أعوذ بالله السميع العليم من الشيطان الرجيم أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, കുട്ടികളെ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ 3 അടിത്തറകളാണ് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ 2 കാര്യങ്ങൾ ആരിൽ ഒരുമിച്ച് കൂടുന്നുവോ അവർ മാത്രമേ ആഖിറത്തിൽ വിജയിക്കുകയുള്ളൂ. അപ്പൊ ആഖിറത്താണ് ലക്ഷ്യം. തിൽക ദാറുൽ ആഖിറ, അതാണ് പാരത്രിക ഭവനം. നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ. ആഖിറത്തിലെ ഭവനം നാം ഒരുക്കി വച്ചിരിക്കുന്നത് ദുനിയാവിലെ ഔന്നത്യമോ ഫസാദ്, കുഴപ്പമോ ഉദ്ദേശിക്കാത്ത ആളുകൾക്കാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ശുഭപര്യവസാനം, അതായത് പരലോക വിജയം. അപ്പൊ ആഖിറത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവൻ വിജയിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ തൗഹീദും റിസാലത്തും ക്ലിയർ ആവണം. ഏത് ഇബാദത്ത്, ചെറുത് വലുത് എന്നുള്ള കണക്കില്ല. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നുള്ളൊരു ദിക്ർ ചൊല്ലിയതാണെങ്കിലും ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് എന്ന് പറയുന്ന വലിയൊരു ഇബാദത്ത് ചെയ്തതാണെങ്കിലും ഈ 2 ഇബാദത്തും അള്ളാഹു സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും വേണം, മുഹമ്മദ് റസൂലുള്ളാഹിയും വേണം. നമ്മൾ നിസ്കരിച്ചു, നമ്മൾ സദഖ കൊടുത്തു, നോമ്പ് നോറ്റു, അതേപോലെ തന്നെ ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലി, ഇതുപോലത്തെ ദിക്റിന്റെ സദസ്സിൽ, ഇൽമിന്റെ സദസ്സിൽ നമ്മൾ വന്നിരുന്നു. ഇതൊക്കെ ഇബാദത്താണ്. ഈ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദും വേണം, റിസാലത്തും വേണം. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത് അള്ളാഹു ഇത് കാണണം, സ്വീകരിക്കണം, പ്രതിഫലം തരണം, നരകത്തിൽ നിന്ന് ഇത് വെച്ച് രക്ഷപ്പെടുത്തണം, നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം എന്നതാണ്. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും പാർട്ടിക്കാരെ ഞങ്ങളെ ശക്തി കാണിക്കാനൊന്നുമല്ല. നമുക്ക് ആരെയൊന്നും കാണിക്കാനുള്ള വലുപ്പവും ചെറുപ്പവും ഒന്നും നമ്മുടെ വിഷയമല്ല. നേരെ മറിച്ച് നമ്മൾ ദീന് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം, പ്രത്യേകിച്ചും കലർപ്പില്ലാത്ത ദീന് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം ത്യാഗം ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ നിലക്കാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഒരുമിച്ച് കൂടിയത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. യാതൊരു കളങ്കവും വരാതെ ഇബാദത്തുകൾ പൂർണ്ണമാക്കാൻ മരണം വരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അള്ളാഹു സ്വീകരിക്കേണ്ടത് റബ്ബിനു വേണ്ടി. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അള്ളാഹുവിന് മാത്രം, കേവലം ആത്മാർത്ഥത എന്നുള്ള അർത്ഥമല്ല നേരത്തെ നബി പറഞ്ഞു. തൗഹീദ് എന്നതിൻ്റെ അർത്ഥം. ഇഖ്ലാസ് എന്ന തൗഹീദ് അള്ളാഹുവിന് വേണ്ടി മാത്രം. നാട്ടുകാർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, ഗ്രൂപ്പിന് വേണ്ടി, മർക്കസിന് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മൾ ഈ ചെയ്ത കാര്യം അള്ളാഹു സ്വീകരിക്കണം, നമ്മെ അതിൻ്റെ പേരിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കണം. അതിന് തൗഹീദ് വേണം. അപ്പോൾ ഒരു ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്ത് ചെയ്യണം. മൊയ്തീൻ ശേഖെ രക്ഷിക്കണേ, വദരീങ്ങളെ കാക്കണേ, മനമ്പത്ത് തടിഞ്ഞ ബീവിയെ സഹായിക്കണേ എന്നിങ്ങനെ വിളിക്കുന്ന ഒരാൾ എന്ത് ഇബാദത്ത് ഇട്ടും കാര്യമില്ല. സ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് വിട്ടിട്ട് കാര്യമില്ല. ഒരു ഇബാദത്തും സ്വീകരിക്കപ്പെടാത്ത ഒരാളെ പിന്നെ മുസ്ലിമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളത് ഇവിടെ ക്ലിയറായി വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ പ്രധാനപ്പെട്ട വശം നമ്മൾ തൊട്ടു മുമ്പ് കേട്ടു. രണ്ടാമത്, നമ്മളൊരു ഇബാദത്ത് ചെയ്താൽ നല്ലതല്ലേ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ തന്നിഷ്ടപ്രകാരം ചെയ്യാൻ പറ്റൂല. റഷീദ് മൗലവി നേരത്തെ ഇവിടെ വിശദീകരിച്ചു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ഏതൊരാൾ ഒരു അമല് ചെയ്യുന്നുവോ അതിന് നമ്മുടെ കൽപ്പന ഇല്ലെങ്കിൽ അത് അള്ളണം, ആ അമല് തള്ളിപ്പോവും, അള്ളാഹ് സ്വീകരിക്കൂല. അപ്പം അള്ളാഹുവിന് വേണ്ടി തന്നെ നമ്മളൊരു ഇബാദത്ത് ചെയ്താലും അത് നബിചര്യയോട് യോജിക്കണം. ഇപ്പം എന്തുകൊണ്ടാണ് ജന്മദിനാഘോഷങ്ങൾ, മൗലിദാഘോഷങ്ങൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ വിലക്കുന്നത്, അത് ഹറാമാണെന്ന് പഠിപ്പിക്കുന്നത്? അള്ളാഹു സ്വീകരിക്കില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയില്ല. ചാവട്യന്തരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയില്ല. ജാറം കെട്ടിപ്പൊക്കുന്നതിന് മാതൃകയില്ല. മരണപ്പെട്ട ആളുകൾ മഹാന്മാരാണെങ്കിലും അല്ലെങ്കിലും അവരോട് ഇസ്തിഗാസ ചെയ്യുന്നതിന് ഇസ്ലാമിൽ മാതൃകയില്ല. ഇസ്ലാമിൽ മാതൃകയില്ലാത്ത വിശ്വാസങ്ങളോ പ്രവർത്തനങ്ങളോ ആചാരങ്ങളോ സംസ്കാരങ്ങളോ നമ്മൾ കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. അതും നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെട്ടു. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 2ാമത്തെ ഷഹാദത്ത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നബിചര്യ അനുസരിച്ച്
നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നിര്യാണിക്ക് മീതെയായിരിക്കും, നിസ്കരിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലത്തെ നിസ്കാരമായിരിക്കും, നബി ചെയ്തതുപോലെ ചെയ്യണം. അപ്പോൾ ഒരു ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ തൗഹീദും വേണം, റിസാലത്തും വേണം. തൗഹീദും റിസാലത്തും അതിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ ഇബാദത്തുകളും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മരണാനന്തരം ഖബറിൽ അള്ളാഹു സ്വർഗീയമായ അനുഭൂതികൾ നൽകുകയുള്ളൂ. മഹ്ശറിൽ അള്ളാഹു തണൽ നൽകുകയും വിചാരണ എളുപ്പമാക്കുകയും ചെയ്യുകയുള്ളൂ. അവർക്ക് മാത്രമേ ഹൗദിൽ നിന്ന് കുടിക്കാൻ കഴിയൂ. അവർ മാത്രമേ നരകത്തിൽ വീഴാതെ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോകമാണ്. ഞാനിവിടെ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ആ സൂറത്തിലെ 35-36 ആയത്തുകൾ ഒരു ചോദ്യമുണ്ട്. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിങ്ങളെ പാപികളെ പോലെ നാം ആക്കുമോ? മാലക്കും, നിങ്ങൾക്ക് എന്തുപറ്റി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് ഹുക്കുമ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ആളുകളും സ്വർഗത്ത് പോവും. മൊയ്തീൻ ശൈഖിനെയും ബദരീങ്ങളെയും ഒക്കെ ആരാധിച്ച് സകല മഖ്ബറകളിലും സുജൂദും നേർച്ചയും നൽകി റബ്ബിന് കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ അകല സൃഷ്ടികൾക്ക് നൽകി എല്ലാ ജാറങ്ങളും തെണ്ടി നിറങ്ങി നടക്കുന്ന ഒരുത്തൻ അവനും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളും സുന്നത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾ രണ്ടു കൂട്ടരും സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അവനും മുസ്ലിമാണ് ഇവനും മുസ്ലിമാണ്, അവനും സ്വർഗത്തിലേക്കുള്ളവനാണ് ഇവനും സ്വർഗത്തിലേക്കുള്ളവനാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇതാണ് സൂറത്തുൽ ഖലമിലെ ചോദ്യം. ഇതേ ചോദ്യം സൂറത്തു സ്വാദ് 28-ാമത്തെ ആയത്തിലുണ്ട്. അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർള് അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായിട്ടുള്ളവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ തന്നെ നാം ആക്കുമോ? രണ്ടൂട്ടരെ ഒരുപോലെ പരിഗണിക്കുന്ന വിചാരം. ദീനൊക്കെ നന്നായി പഠിച്ച് തൗഹീദ് മനസ്സിലാക്കി സലഫിന്റെ മാർഗം ഉൾക്കൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദ സ്വീകരിച്ച് തഖ്വയോടുകൂടി ജീവിതം നയിക്കുന്ന ഒരാളും സൃഷ്ടിപൂജയിലൂടെയും അതേപോലെ തന്നെ ബിദ്അത്തുകളിലൂടെയും പാരമ്പര്യമനുസരിച്ചുകൊണ്ട് ഹക്കോ ബാത്തിലോ എന്ന് വിശദീകരിച്ച് നോക്കാതെ പൗരോഹിത്യത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മറ്റൊരാളും, രണ്ടാളും ഒരുപോലെ ആകുന്നു വിചാരിച്ചാൽ അതൊരു പൂതിയാണ്, അത് നടക്കൂല. നിങ്ങൾ അങ്ങനെ ഖുർആൻ ചോദിക്കുക, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ ആരാ? ലാ ഇലാഹ ഇല്ലല്ലവർ. സൽക്കർമ്മികൾ എന്ന് പറഞ്ഞ ആരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വീകരിച്ചവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ബിദ്അത്തുകൾ ഉപേക്ഷിച്ച് സുന്നത്തുകൾ പ്രവർത്തിക്കുകയും ശിർക്കിന്റെ എല്ലാ വശങ്ങളും ചെറിയ ശിർക്കും വലിയ ശിർക്കും ഒക്കെ ഉപേക്ഷിച്ച് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവർ തെമ്മാടികളെ പോലെ ആകുമോ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം അവരെ ആക്കുമോ? അതല്ല അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തഖ്വയുള്ളവരെ ഫാജിറുകളെ പോലെ തന്നെ പരിഗണിക്കുമോ? തോന്നിയാസികളായി ജീവിക്കുന്നവർ അവസാന സ്വർഗത്തിൽ, ത്യാഗം ചെയ്ത് സലഫിയായി ജീവിക്കുന്നവരും സ്വർഗത്തിൽ. ഇത് രണ്ടും ഇങ്ങനെ ഒരുപോലെ വരാം. അപ്പൊ അതൊരു മോഹം മാത്രമാണ്. എങ്ങനെ ജീവിക്കുന്നവരെയും ധാരണ ഞങ്ങൾ സ്വർഗത്തിലെത്തുന്ന, ബിദ്അത്തിലൂടെ പോകുന്നവരെയും ശൈത്താൻ പഠിപ്പിച്ചെന്താ? നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. നബിദിനം കഴിക്കുന്ന ആൾക്കാർ പൂതി എന്താണ്? നബിയെ സ്നേഹിച്ച് സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ലക്ഷ്യം നന്നായതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നമുക്ക് തന്നെ ഇഷ്ടപ്രകാരം ഇബാദത്തുകൾ നിർവഹിക്കാൻ പാടില്ല. ഈ രണ്ടു വശങ്ങളും ഇവിടെ വിശദീകരിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആഖിറത്ത്. അതിനെക്കുറിച്ച് ഏത് തരത്തിലുള്ള ഒരു ധാരണ വെച്ച് പുലർത്തണം, വളരെ പരന്നൊരു വിഷയമാണ്. ഞാൻ അതിൻ്റെ ഒരു അടിസ്ഥാനം മാത്രം പറയുകയും ആർക്കാണ് ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നത് സൂചിപ്പിക്കുകയും മാത്രമേ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രധാനമായി ആഖിറത്ത് എന്താണെന്ന് വിശദീകരിക്കല്ല, ആർക്കാണ് ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നതിലേക്കുള്ള സൂചനകൾ മാത്രം നൽകുന്നു. വിശദീകരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. വീണ്ടും ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസിബല്ലദീന യജ്തറഹു സയ്യിആത്ത് അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സവാഅ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. 43-ാമത്തെ സൂറത്തുൽ ജാസിയ 21-ാമത്തെ ആയത്ത്. തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടുന്നവർ, തിന്മകൾ ചെയ്യുന്നവർ, ശിർക്കും കുഫറും ബിദ്അത്തും ഒക്കെ ചെയ്യുന്നവർ വിചാരിച്ചുവോ സത്യവിശ്വാസികളെയും സൽക്കർമ്മികളെയും ആക്കുന്നത് പോലെ തന്നെ അള്ളാഹു ഇവരെയും ആക്കുമെന്നവർ വിചാരിച്ചോ? അതായത് സവാഅ മഹ്യാഹും വമമാതുഹും, ഇരുകൂട്ടരുടെയും ജീവിതവും മരണവും സമമാണ് എന്നവർ വിചാരിച്ചുവോ? സത്യവിശ്വാസികളുടെയും മുശ്രിക്കിന്റെയും മരണവും ജീവിതവും സമമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? വിചാരിച്ചോ വെച്ചാൽ അല്ല എന്നതിന്റെ അർത്ഥം, സമമല്ല. സാഅമായഹ്കുമൂൻ, അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനമെടുത്ത കാര്യം മോശമായി പോയി. സത്യവിശ്വാസികളും സ്വർഗത്തിലെത്തും, ബിദ്അത്തിന്റെയും കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകൾ സ്വർഗത്തിലെത്തും എന്നാണ് നിങ്ങൾ കരുതിയത് എങ്കിൽ അത് വളരെ മോശമായ ഒരു തീരുമാനമാണെന്നല്ല പറയുന്നത്.
സാഅമായ ഹുക്കുമ. നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, ഏത് പാർട്ടിയാലും നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ പോകണം, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ ആ പൂതി അവിടെ വെച്ചാൽ മതി. അങ്ങനെ എല്ലാവരും സ്വർഗത്ത് പോയെങ്കിൽ നമ്മളിങ്ങനെ തർക്കിക്കുകയോ കലഹിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഖുർആൻ പറഞ്ഞ ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ സംവാദം നടത്തണം എന്ന് പറഞ്ഞു. നമ്മളെന്തിനാ നല്ല രീതിയിൽ ഈ ശിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും വക്താക്കളോട് സംസാരിക്കുന്ന അറിയാമോ? അവർ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. രണ്ടു കൂട്ടരും സമമല്ല. ഖുർആൻ ചോദിക്കുക സമമാണോ? അല്ല എന്നുത്തരം. അവരുടെ ജീവിതവും മരണവും സമമാണോ? സമമാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? സമമല്ല. ജീവിതം ചിലപ്പോൾ കണ്ടാൽ സമാന്ന് തോന്നും അല്ലേ? കാഫറിന്റെ വീടും വിശ്വാസിയുടെ വീടും ചിലപ്പോൾ നല്ലതായിരിക്കും. ചിലപ്പോൾ കാഫറിന് നല്ല വീടുണ്ടാവും, വിശ്വാസിക്ക് മോശം വീടായിരിക്കും. ദുനിയാവിന്റെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ എന്താണ്? കാഫറിനും അള്ളാഹു സൗകര്യം കൂടി, മഴ കൊടുക്കുന്നുണ്ട്, ആരോഗ്യം കൊടുക്കുന്നുണ്ട്, സ്നേഹമുള്ള കുടുംബത്തെ കൊടുക്കുന്നുണ്ട്, സ്വത്ത് കൊടുക്കുന്നുണ്ട്, ജീവിത സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സത്യവിശ്വാസിക്കും കൊടുക്കുന്നുണ്ട്, സത്യനിഷേധിക്കും കൊടുക്കുന്നുണ്ട്. പരീക്ഷണങ്ങളും അങ്ങനെ തന്നെ. സത്യനിഷേധികൾക്ക് മാത്രമായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും അല്ല ദുനിയാവിൽ. ഒരുപക്ഷെ സത്യവിശ്വാസികളെക്കാൾ കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് എപ്പോഴായിരിക്കും? സത്യവിശ്വാസികളാണ്. ഏറ്റവും കൂടുതൽ മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ നേരിട്ടത് അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ കഴിഞ്ഞിട്ടേ ലോകത്ത് ആരും പ്രയാസങ്ങൾ അനുഭവിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസികമായി പീഡനങ്ങൾ അനുഭവിച്ചത്, മറ്റു നിലക്കും വിഷമങ്ങൾ അനുഭവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബിയും മറ്റ് അമ്പിയാക്കളും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരൊക്കെ വരുള്ളൂ. വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സത്യവിശ്വാസി എന്നുള്ളത് ദുനിയാവ്, ഈ ജീവിതമുണ്ടല്ലോ, ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് കാഫറും മുസ്ലിമും ഒരുപോലെയാന്ന് തോന്നും. ജീവിതം നോക്കിയാൽ എന്താണ്? രണ്ടു കൂട്ടർക്കും ദുനിയാവുണ്ട്. ചിലപ്പോൾ രണ്ടു കൂട്ടർക്കും ദുനിയാവ് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മരണം അങ്ങനെയാണോ? ജീവിതവും മരണവും ഒരുപോലെയാണെന്ന് കരുതിയെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഒരു പക്ഷേ ഒരുപോലെ ആയിരിക്കും, പക്ഷേ മരണത്തിൽ അങ്ങനെയല്ല. മരണത്തോടുകൂടി കഥ മാറി. മരണപ്പെടുന്നതോടുകൂടി കാഫറും മുസ്ലിമും ഇനി അങ്ങോട്ട് ഒരുപോലെയല്ല. മരിക്കുന്ന ദിവസം എന്താണ്? സത്യവിശ്വാസിക്ക് അള്ളാഹു നിശ്ചയിച്ച മരണം സത്യനിഷേധിക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. സത്യവിശ്വാസിയുടെ അടുത്ത് വരുന്നത് അതീവ സുന്ദരന്മാരായ മലക്കുകൾ. അവരെ സന്തോഷിപ്പിക്കും, അവരെ സ്വർഗം കാണിച്ചു കൊടുക്കും അല്ലെ? അവരോട് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് വരിക, സ്വർഗമുണ്ടെന്ന് മരിക്കുന്ന തീയതിയിൽ തന്നെ മലക്കുകൾ അറിയിക്കും. എന്തൊരാശ്വാസമായിരിക്കും. അതുവരെ അയാൾ അനുഭവിച്ച എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും മരണത്തിന്റെ ആ ഒരൊറ്റ സമയത്ത് അയാൾ മറന്നുപോയി. കാരണം സ്വർഗം ഉണ്ടെന്ന് ഉറപ്പായി. മാഷാ അള്ളാഹ്, ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്നിട്ട് അവന്റെ ആത്മാവിനെ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയിൽ എടുത്തിട്ട് 7 ആകാശത്തിനപ്പുറത്ത് ഇല്ലിയൂൻ എന്ന് പറയുന്ന രേഖയിലാണ് എഴുതി വെക്കുന്നത്. ഒമാദറാക്കമാ ഇല്ലിയൂൻ. ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ എന്താ? കിതാബും മർഖൂം യശഹദുൽ മുഖറബൂൻ. അത് നമ്പറിട്ട് പേരെഴുതി വെക്കുന്ന രേഖയാണ്. മനസ്സിലായില്ലേ? അതില് എല്ലാ ഹാബീലിന്റെ പേരുണ്ട്, ആദനബിയുടെ പേരുണ്ട്, ഹാബീലിന്റെ പേരുണ്ട്, സകല അമ്പിയാക്കളുടെ പേരുണ്ട്. മനസ്സിലായില്ലേ? ഹാബീലിന്റെ പേര് തൗബ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഏതായിരുന്നാലും ശരി, എന്ത് നന്മ ചെയ്ത ആളുകളുടെ പേരുകൾ മാത്രമേ എവിടെ ഉണ്ടാവുകയുള്ളൂ? ഇല്ലിയൂനിൽ ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് തമ്മാടികളുടെ പേര്, നൂഹ് അലൈഹി സ്വലാമിന്റെ ശത്രുക്കൾ, മുശ്രിക്കുകൾ, കാഫറുകൾ, അബൂജഹൽ, ഉത്തുബത്ത്, ഫിറഔൻ, നമ്രൂദ് ഇത്യാദി ആളുകളുടെ, ഹാറൂൻ, ഖാറൂൻ, ഹാമാൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ എഴുതി വെക്കുന്നത് ഭൂമിയുടെ അടിത്തട്ടിലാണ്. 7ാമത്തെ ഭൂമിയിൽ സിജ്ജീൻ, പാതാളത്തിൽ സിജ്ജീൻ എന്ന് പറയുന്ന കാഫറുകളുടെ പേര് മാത്രം നമ്പറിട്ട് എഴുതി വെക്കുന്ന സിജ്ജീൻ എന്ന് പറയുന്ന രേഖയിലാണ് കാഫറുകളുടെ പേര് എഴുതി വെക്കുക. മരിക്കുന്നതിന് വ്യത്യാസം. കാഫറുകൾ ആത്മാവ് കൊണ്ടുപോകാൻ കറുത്ത് ഭയപ്പെടുത്തുന്ന മുഖമുള്ള മലക്കുകളാണ് വരിക. ഭയപ്പെടുത്തും. അവർ കൈ നീട്ടി പാർശ്വങ്ങളിലും മുഖത്തും അടിക്കും, വീശി അടിക്കും. ആത്മാവ് അവർ വിളിക്കുമ്പോൾ മലക്കുൽ മൗത്ത് വിളിക്കുമ്പോൾ പുറത്തു വരില്ല. മലക്കുകൾ അടിക്കും, പ്രഹരിക്കും, വേദനയിൽ പൊളയും. അങ്ങനെ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ മുള്ളു കുടുങ്ങിയതുപോലെ, ആ കടകോൽ കുടുങ്ങിയതുപോലെ, അത് ആ മുള്ള് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ രോമങ്ങൾ അല്ലെങ്കിൽ ആ പഞ്ഞികൾ അതിൽ കുരുങ്ങിയിരിക്കുന്നത് പോലെ പിടിച്ചു പറിച്ചാണ് ആത്മാവ് പുറത്തെടുക്കുക. വന്നാസിയാത്തി ഗർഖാ, ആഴത്തിൽ മുങ്ങിച്ചെന്ന് ആത്മാവുകൾ ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെ സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കോപത്തിലേക്ക് വരൂ. അള്ളാഹുവിന്റെ കോപത്തിലേക്കും ക്രോധത്തിലേക്കും പുറപ്പെടൂ എന്ന് പറഞ്ഞ് അവനെ ഭയപ്പെടുത്തും. അവരുടെ പിൻഭാഗങ്ങളിലും മുഖങ്ങളിലും ശക്തമായി പ്രഹരിക്കും, അടിക്കും. വേദനയിൽ പൊളഞ്ഞുകൊണ്ടാണ് ഓരോ കാഫറിന്റെയും മരണം ഉണ്ടാവുക. എന്നിട്ടോ മിസൂഹ്, നരകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അതീവ ദുർഗന്ധം പരത്തുന്ന അൻതനുരീഹ്, അങ്ങേയറ്റം ദുർഗന്ധം പരത്തുന്ന മിസൂഹ് എന്ന് പറയുന്ന ഏതോ ഒരു ശവത്തിന്റെ തോലിലാണ് ഈ ആത്മാവ് കൊണ്ടുപോകുന്നത്. നേരത്തെ സ്വർഗത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂജി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിലാണ് സത്യവിശ്വാസിയുടെ ആത്മാവ് സ്വീകരിച്ച് ഇല്ലിയൂനിൽ കൊണ്ടുപോയി പേരെഴുതി വെച്ചിട്ടുള്ളത് എങ്കിൽ
കാഫർ, ഫാജിർ, മുനാഫിഖ് ഇവരുടെ മരണം നടക്കുമ്പോൾ ഈ നരകത്തിലെ ദുർഗന്ധം വമിക്കുന്ന കഫൻ പുടവയിലേക്കാണ് അവരുടെ ആത്മാവ് പിടിച്ച് പറിച്ച് അവനെ വേദനിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ കൂട്ടാക്കൂല. മറ്റേത് ഒഴുകി വരുന്ന കമാ തസീലുൽ ഖത്രത്തു മിൻ ഫീ സഖാ, ഒരു വെള്ളപ്പാത്രം അത് ചരിച്ചു വെച്ചാൽ അതിന്റെ വായ്ഭാഗത്ത് നിന്നും വെള്ളം ഒഴുകി വരുന്നത് പോലെ മലക്കുൽ മൗത്ത് വന്ന് യാ അയ്യത്തുഹൻ നഫ്സുൽ ത്വയ്യിബ, ഓ വിശിഷ്ടമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും നീ പുറപ്പെടുക എന്ന് പറയുമ്പോഴേക്ക് ഒഴുകി ഇങ്ങനെ വരും. നമ്മൾ പറഞ്ഞെന്താ? മരണത്തോടുകൂടി കഥ മാറി. ജീവിതവും മരണവും ഒരുപോലെയാണോ? ആണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? അല്ല, വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ആരംഭിക്കുന്നത് മരണത്തോടെയാണ്. ദുനിയാവിൽ എത്ര ക്ലേശങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും ചിലപ്പോൾ ശത്രുവിന്റെ ആയുധമേറ്റ് ഷഹീദാകേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടാകും. തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ കുടുംബങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകും. സ്വന്തം ഭാര്യമാരും മക്കളും പോലും ചിലപ്പോൾ പുറത്താക്കി നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും തൗഹീദിന്റെയും സലഫിയത്തിന്റെയും പേരിൽ. പക്ഷേ മരിക്കാൻ നേരത്തെ അവർക്ക് കിട്ടുന്നൊരു സ്വീകരണം ഉണ്ടല്ലോ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകൾ അവർ കൂടെ ഉണ്ടാവും. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു മരണപ്പെട്ടപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് ഇല്ലിയൂനിലേക്ക് കൊണ്ടുപോകുമ്പോൾ 70,000 മലക്കുകൾ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഈമാനിന്റെ ആഴമനുസരിച്ച് നമ്മളെ ഫോളോ ചെയ്യുന്ന മലക്കുകൾ, പള്ളിയിൽ നിസ്കരിക്കാത്ത ആൾ വന്നിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം അടുത്ത രക്തബന്ധമുള്ള ആളുകൾ വരെ നമ്മൾ മരിച്ചപ്പോൾ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടാവില്ല വഹാബിയാന്നും പറഞ്ഞിട്ട്. പക്ഷേ എന്താണ്? അള്ളാഹുവിന്റെ അരികിൽ മുഖറബുകളായിട്ടുള്ള മലക്കുകൾ അവനെ പരിഗണിക്കും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ മരണത്തോടുകൂടി കഥ മാറി. മരണാനന്തര ജീവിതത്തിൽ സത്യവിശ്വാസിയും സത്യനിഷേധിയും കൃത്യമായി വേർതിരിക്കപ്പെട്ടു. മരിക്കുന്നവരെ നമ്മൾ 100 ഗ്രൂപ്പാണ്, വ്യത്യസ്ത പാർട്ടികളും മർക്കസുകളുമാണ്. മരിച്ചു കഴിഞ്ഞാൽ 2 എണ്ണേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാർ, നരകത്തിലേക്ക് പോകുന്ന ആൾക്കാർ. ഇതിൽ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ ഉൾപ്പെടുക. സ്വർഗത്തിലേക്ക് പോകാനുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും സ്വീകരിച്ചതായി പ്രത്യക്ഷമായി കാണുന്ന മുഴുവൻ ആളുകളെയും സ്നേഹിക്കാനും ആദരിക്കാനും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് അവരോട് വിശാലത കാണിക്കാനും നമുക്ക് സാധിക്കണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ 2 പാർട്ടികൾ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ഷിമാൽ, അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ. ലക്ഷണമുള്ളവരും ലക്ഷണം കെട്ടവരും. മനസ്സിലായില്ലേ? വലതിന്റെ ആളുകളും ഇടതിന്റെ ആളുകളും, സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും. ഈ 2 ആളുകൾക്ക് 2 തരം മരണം, 2 തരം ഖബർ. ഇനി ഖബറിലെത്തിയാലോ? സത്യവിശ്വാസികൾക്ക് വേണ്ടി അവിടെ സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കും. അഫിരിശൂഹു മിൻ ഫിറാശിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വിരിച്ചു കൊടുക്കാൻ പറയും മരിച്ചു കഴിഞ്ഞാൽ. ഖബറിൽ ആലമൽ ബർസഖിൽ, നമ്മൾ കുഴിച്ച കുഴിയല്ല. ആലമൽ ബർസഖ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് വിശാലമായൊരു പ്രപഞ്ചമാണ്. ദുനിയാവിൽ നിങ്ങൾ എവിടെ ടൂർ പോയാലും അത്രയും ആസ്വാദ്യമായൊരു സ്ഥലം കിട്ടൂല. ഖബറാണ് ഏറ്റവും നല്ലത്. എന്തിനാ സത്യവിശ്വാസി ഖബർ പോകാൻ പേടിക്കുന്നത്? എന്തിനാ മരണത്തെ പേടിക്കുന്നത്? ഖബറിൽ ചെന്നാൽ കിട്ടുന്ന സന്തോഷമോ ആനന്ദമോ ദുനിയാവിൽ എവിടെയെങ്കിലും കിട്ടും നിങ്ങൾ വിചാരിച്ചോ? അത്രമാത്രം വിശിഷ്ടമാണ്. സ്വർഗത്തിന്റെ വിരി വിരിച്ചെന്ന് അതിലപ്പുറം എന്ത് വേണം? സ്വർഗത്തിന്റെ വിരിയുടെ ഒരു നൂല് തൊട്ടാൽ ത്രസിച്ചു പോകും. അത്രമാത്രം ആനന്ദദായകമാണ്. ആ സ്വർഗത്തിലെ വിരിയാണ് വിരിക്കുന്നത്. അൽബിസൂഹു മിൻ ലിബാസിൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കും. ഖബറിൽ നമ്മൾ കൊടുത്ത കോറത്തുണിയല്ല. ആലമുൽ ബർസഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കും. ഖബറിൽ ആ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ 24 മണിക്കൂറല്ല. അവിടുത്തെ ഒരു ദിവസം കാല മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 കൊല്ലമാണ്. അങ്ങനെയുള്ള 40 കാലയളവുകൾ, 40 യുഗങ്ങൾ, വർഷത്തിനേക്കാളും വലിയ അളവാണ്. 40. അത്രയും കാലം എല്ലാവരും ഖബർ കിടക്കണം. ആദം നബി എത്ര കാലം ഖബർ കിടക്കോ, ഈ ലോകത്ത് ഖിയാമത്ത് നാളിന്റെ തലേന്ന് അവസാനം മരിക്കുന്ന ആളും അത്രയും കാലം ഖബർ കിടക്കും. ഖബർ എല്ലാവർക്കും തുല്യമാണ്. നമ്മൾ വിചാരിക്കുക ആദ്യകാലത്ത് മരിച്ചവരൊക്കെ ഒരുപാട് കാലം ഖബർ കിടന്ന് നമ്മളെ കഷ്ടപ്പാടെന്നാണ് അവസാന കാലക്കാരല്ലേ, പെട്ടെന്ന് തന്നെ എണീറ്റ് വരും, ഒക്കെ വെറുതെ വിചാരിക്കാം. ഖബറിൽ ഒരു ദിവസം 50,000 കൊല്ലമാണ്. അങ്ങനെയുള്ള 40 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 365 അല്ല. അതുമല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. മാസമാണെന്ന് ചോദിച്ചു, അല്ല. വർഷമാണെന്ന് ചോദിച്ചു, അല്ല. അതിനും അപ്പുറത്തുള്ള യുഗം, ഒരു വലിയൊരു കാലയളവ് ആലമുൽ ബർസഖിൽ കഴിച്ചുകൂട്ടിയതിന് ശേഷം മാത്രമേ മുഴുവൻ ആളുകളും വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിലേക്ക് വരികയുള്ളൂ. ഒരു മഴ പെയ്താൽ വരണ്ടുണങ്ങിയ ഒരു ഭൂമിയിൽ, നമ്മൾ ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ടിൽ ചെടികൾ മുളച്ചു പൊങ്ങുന്നത് പോലെ ഒരു പാൽമഴ പെയ്യും. പാലിന്റെ ഒരു മഴ പെയ്താൽ ആ വെളുത്ത മഴയിൽ നനഞ്ഞു കുതിർന്ന് ഖബറിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരും. വിശ്വാസികളും വരും, കാഫറുകളും വരും. എന്നിട്ട് മഹ്ശർ ഒരുമിച്ച് കൂട്ടപ്പെടും. റബ്ബ് വരും, മലക്കുകൾ വരും. റബ്ബ് വിചാരണ ആരംഭിക്കും. അവിടെ നമ്മുടെ കർമ്മങ്ങൾ നോക്കാൻ വേണ്ടി മീസാനുകൾ സ്ഥാപിക്കപ്പെടും. മുഴുവൻ ആളുകൾക്കും വേറെ വേറെ വ്യക്തമായി അവരുടെ കർമ്മരേഖകൾ അവരുടെ മുൻപാകെ ഹാജരാക്കപ്പെടും. ഒട്ടും അനീതിയില്ല. റബ്ബ് ആരോടും കാരക്കക്കുരുവിന്റെ പാടയുടെ അത്ര പോലും അനീതി കാണിക്കുകയിൽ ഓരോരുത്തരും അവനവൻ ചെയ്ത ഇബാദത്തുകളുടെ പേരിലാണ് അവന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്.
വഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്തതിനല്ലാതെ കൂലി കിട്ടുമോ എന്നാണ് ഖുർആനിന്റെ ചോദ്യം. പരലോകത്ത് എന്നാൽ നമ്മൾ ചെയ്ത അമലിന് കൂലി ഉണ്ടാവും. പാർട്ടിൻ്റെതില്ല, മർക്കസിന്റെ ഇല്ല, സംഘടനയുടെ ഇല്ല, പെരക്കാരതില്ല, അവനത് മാത്രമേ ഉള്ളൂ. നഫ്സി നഫ്സി നഫ്സി. അമ്പിയാക്കൾ പോലും അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ ഈ മഹ്ശറിലെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണേ, സല്ലിം സല്ലിം, രക്ഷിക്കണേ രക്ഷിക്കണേ, അമ്പിയാക്കൾ പറഞ്ഞ് രക്ഷിക്കണേ എന്ന്. പിന്നെ നമ്മളെ കഥ എന്തായിരിക്കും? നഫ്സി നഫ്സി നഫ്സിയ. നമ്മുടെ ആ നിസ്സാരാവസ്ഥ, ദുർബലമായ സാഹചര്യം അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ഘട്ടത്തിൽ വസ്ത്രമില്ലാതെ നിൽക്കണം. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാത്തൻ ഉറാത്തൻ ഗുർല. ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നഗ്നരായും നഗ്നപാതരായും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉടുതുണിയില്ലാതെ എല്ലാവരും നിൽക്കും. അതിൽ രാജാവുണ്ടാവും, പട്ടാളക്കാരുണ്ടാവും, പോലീസ് ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും, സാധാരണക്കാരുണ്ടാവും. എല്ലാവരും ഒരുമിച്ച് ഉടുതുണിയില്ലാതെ ഒരേ അവസ്ഥയിൽ ഒരേ സ്ഥലത്ത് ആകാശഭൂമികളെ അത് രണ്ടും പരത്തി മറ്റൊരു പ്രതലമാക്കി മാറ്റി എല്ലാവരെയും കാണാവുന്ന ഒരു രൂപത്തിലേക്ക് മഹ്ശർ സ്ഥാപിച്ചതിന് ശേഷം മുഴുവൻ ആളുകളെയും അവിടെ ഒരുമിച്ച് കൂട്ടും. സത്യവിശ്വാസികളും സ്വർഗാവകാശികളുമായിട്ടുള്ള ആളുകളെ മുന്നിൽ നിർത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് ഏറ്റവും മുന്നിൽ. ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്ത്. നമ്മൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. നമ്മുടെ വിചാരണ കഴിഞ്ഞിട്ടാണ് മുൻകാലക്കാരുടേത്. ആദ്യം നബി നിൽക്കും. നബിയുടെ വലതുഭാഗത്ത് തൊട്ടുപിറകിലായി സത്യവിശ്വാസികളായ സ്വർഗാവകാശികളായ അദ്ദേഹത്തിന്റെ അനുയായികൾ മഹ്ശറിൽ വിചാരണ കാത്തു നിൽക്കും. നബിയുടെ ഇടതുഭാഗത്ത് പിറകിൽ, വളരെ പിറകിൽ നരകത്തിലേക്ക് പോകേണ്ട ആളുകൾ, മുനാഫിക്കുകൾ, കാഫറുകൾ, ഫാജിറുകൾ, ഖുബൂരികൾ, അവരെല്ലാവരും പിറകിൽ നിൽക്കും. അവർ ഇരുട്ടിനാൽ ആവരണം ചെയ്യപ്പെടും. അപമാനത്തിൽ അവർ പൊതിഞ്ഞുകൊണ്ട് നിൽക്കും. മറ്റുള്ളവർക്ക് അള്ളാഹു പിന്നീട് വസ്ത്രം കൊടുക്കും. ആദ്യം പരലോകത്ത് വസ്ത്രം കൊടുക്കുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനാണ്. അവലുമായി യുക്സായുൽ ഖിയാമ ഖലീലുല്ലാഹി ഇബ്രാഹിം. അത് കഴിഞ്ഞ് എല്ലാവർക്കും വസ്ത്രം കിട്ടും. വലതുഭാഗത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ വസ്ത്രമുള്ളൂ. മനസ്സിലായില്ലേ? അവർ വെളിച്ചത്തിലാണ്, തിളക്കത്തിലാണ്, അവർ സന്തോഷത്തിലാണ്, കൺകുളിർമയിലാണ്. മാത്രവുമല്ല അവർക്ക് സവിശേഷമായ തണലുണ്ട്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം സത്യവിശ്വാസികൾക്ക് മാത്രം അള്ളാഹു സവിശേഷമായ തണൽ നൽകും. ബാക്കിയുള്ളവർ സൂര്യൻ തലക്കുമീതെ ജ്വലിക്കും. സൂര്യൻ തലക്കുമീതെ കത്തി ജ്വലിക്കുന്നു. മരണം വിധിക്കപ്പെടുകയില്ല. സൂര്യന്റെ ചൂട് കുറഞ്ഞു പോവുകയല്ല, അടുത്തു വന്നു. അതിന്റെ ആ ചൂടിൽ അവൻ പുളയണം, വേദന അനുഭവിക്കണം, വിയർപ്പിൽ മുങ്ങണം. പാപത്തിന്റെ ആഴമനുസരിച്ച് ചിലർ നെരിയാണി വരെ വിയർപ്പിലായിരിക്കും, ചിലർ കാൽമുട്ടുവരെ, ചിലർ അരവരെ, ചിലർ കഴുത്തുവരെ. അങ്ങനെ വിചാരണ കാത്ത് വിയർപ്പിൽ മുങ്ങി ബേജാറായി വെപ്രാളത്തോടുകൂടി ആരോടും ഒന്നും സംസാരിക്കാൻ തന്റെ ഇടമില്ലാതെ നിൽക്കുന്ന ഘട്ടമാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴുണ്ടാവുക. നഫ്സി നഫ്സി നഫ്സിയ, എന്റെ നഫ്സ്. അമ്പിയാക്കൾ പോലും എന്റെ നഫ്സ്. വേറൊരാളുടെ നഫ്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അള്ളാഹു ഒന്ന് വിചാരണക്കെടുക്കണ്ടേ? വിചാരണക്കെടുക്കണമെന്ന് അള്ളാഹുവോട് ആരെങ്കിലും പറയണമെന്നുണ്ട്. ആര് പറയും? ആരും സംസാരിക്കില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ വലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ. പരമകാരുണികനായ അള്ളാഹു സമ്മതം നൽകുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശരി പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകൾക്കല്ലാതെ അന്ന് സംസാരിക്കാൻ കഴിയില്ല. റബ്ബ് പെർമിഷൻ കൊടുക്കണം. ആർക്കാണ് റബ്ബ് പെർമിഷൻ കൊടുക്കുന്നത്? മനുഷ്യരുള്ളവരെല്ലാവരും ആരെങ്കിലും ഒന്ന് റബ്ബിനോട് സംസാരിക്കട്ടെ. എല്ലാവരും അവനവന്റെ തിന്മകളെ പറ്റി ചിന്തിക്കും. എനിക്ക് സംസാരിക്കാൻ അർഹതയില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അമ്പിയാക്കളോട് പറയാം. അമ്പിയാക്കൾ മാഴ്സൂമുകളാണ്. അവർ തിന്മയുള്ളവരല്ല. മാനുഷികമായ പിഴവുകളും അബദ്ധങ്ങളും ഒക്കെ അവർ മനുഷ്യരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അമ്പിയാക്കൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും പാപമല്ല. ഒരു സെക്കൻഡ് പോലും ശിക്ഷ വിധിക്കപ്പെടേണ്ട ഒരു സംഗതി ഒരു നബിയിലും ഉണ്ടാവുകയില്ല. മഅസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. പക്ഷെ അവര് പോലും തങ്ങൾക്ക് സംഭവിച്ച ആ ഒരു ചെറിയ പിഴവുണ്ടെങ്കിൽ ആ പിഴവിന്റെ പേരിൽ റബ്ബ് വിചാരണ നടത്തുമല്ലോ എന്ന് ഭയന്ന് റബ്ബിനോട് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹം കാഫറായ തന്റെ മകനോട്, കണ്ടോ, നൂഹിന്റെ മകനായതുകൊണ്ട് പരിഗണനയൊന്നുമില്ല, കാഫറായ തന്റെ മകനോട് കപ്പലിൽ കയറുക എന്ന് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ അഹ്ലല്ല, അങ്ങനെ തൗഹീദിന്റെ ആളല്ല, അതുകൊണ്ട് അവനെ കപ്പലിൽ കയറ്റാൻ പറ്റില്ല, അവൻ സ്വർഗാവകാശിയല്ല. അള്ളാഹു തന്നെ അവനെ ആ മാർഗത്തിൽ നിന്ന് അവന്റെ യോഗ്യതയില്ലാത്തത് കൊണ്ട് മാറ്റി നിർത്തി. അവൻ വാപ്പാന്റെ വിളി കേൾക്കാതെ അകന്നുപോയി ആ തിരമാലക്കകത്തുപെട്ട് അവൻ മുങ്ങി മരിച്ചായിട്ട് നമുക്ക് കാണാം. പക്ഷേ ആ കാഫറും മുശ്രിക്കുമായ മകനെ ഈ കപ്പലിലേക്ക് വിളിച്ചു പോയതിന്റെ പേരിൽ റബ്ബ് വിചാരണ നടത്തുമെന്ന് ഭയന്ന്
നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹം അവ്വലു റുസുലാണ്, എന്നിട്ട് പോലും റബ്ബിനോട് വിചാരണക്കെടുക്കണമെന്ന് പറയാനുള്ള ധൈര്യമില്ല. അമ്പിയാക്കൾക്ക് ഇത്ര പേടിയുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കുക. നൂഹ് അലൈഹി ഇസ്ലാം സൂചന കാണിക്കുന്നത് അവിടേക്ക് പോകാനാണ്, ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആരാണ്? അബുൽ അംബിയ, അമ്പിയാക്കളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ നിന്നല്ലാതെ ലോകത്ത് നബിമാർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അബുൽ ബഷർ ആദമിന്റെ അരികിലേക്ക് ചെല്ലും. ആദം അലൈഹി സ്വലാം തുടരുത് എന്ന് പറഞ്ഞ മരം തൊട്ടുപോയതിൽ അള്ളാഹു മാപ്പ് കൊടുത്ത വിഷയമാണ്. പ്രാർത്ഥനയും പഠിപ്പിക്കപ്പെട്ടു. ഫതാബ അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തൗബ സ്വീകരിക്കപ്പെട്ട വിഷയമായിട്ട് പോലും അള്ളാഹു തുടരുത് എന്ന് പറഞ്ഞൊരു മരം ഞാൻ തൊട്ടില്ലേ, അതിന്റെ പേരിൽ അള്ളാഹു ചോദിക്കുമല്ലോ, ശിക്ഷിക്കുകയില്ലെങ്കിലും ആ ചോദിക്കുമ്പോൾ റബ്ബിന്റെ ആ ചോദ്യം, അരുതാത്ത ഒരു കാര്യം ചെയ്തതിനെ സംബന്ധിച്ച് റബ്ബ് ചോദിക്കുമെന്നതിനെ ഭയന്നിട്ടാണ് ആദം അലൈഹി സ്വലാം നൂഹ് നബിയിലേക്ക് വിരൽ ചൂണ്ടിയത്. നൂഹ് നബി മകന്റെ കാര്യം ഓർത്ത് അവിടെ എനിക്ക് പാടില്ലാത്തൊരു കാര്യം പ്രവർത്തിച്ചില്ലെന്ന ഇബ്രാഹിം നബിയിലേക്ക് ചൂണ്ടിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അദ്ദേഹത്തിന്റെ ചില തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കള്ളങ്ങൾ എന്നാണ് ഹദീസുകൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അദ്ദേഹം സ്വന്തം ഭാര്യയെക്കുറിച്ച് സഹോദരി എന്ന് നമ്രൂദിന്റെ മുന്നിൽ പരാമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാരാണ്? എൻ്റെ സഹോദരിയാണ്. എന്താ ഭാര്യ എന്ന് പറയാതിരുന്നത്? ഭാര്യമാർ സുന്ദരിമാരാണെങ്കിൽ അടിമകളാക്കി വെക്കുന്ന ഒരു സമ്പ്രദായം നമ്രൂദിനുണ്ടായിരുന്നു. അതൊരു നിർബന്ധിത, നമുക്കറിയാം. നമ്മൾ പറയുക ഇബ്രാഹിം നബി കളവ് പറഞ്ഞാന്ന് അല്ല. അതേപോലെ തന്നെ ആ വിഗ്രഹങ്ങളെ തകർത്ത് അവരുടെ ആ വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു തന്ത്രം കാണിച്ചു. വലിയ വിഗ്രഹത്തെ മാത്രം ഒന്നും ചെയ്യാതെ അതിന്റെ കഴുത്തിൽ വച്ചിട്ട് ഇയാളായിരിക്കും അത് ചെയ്തത്. ഇബ്രാഹിം നബിക്ക് അതല്ല ചെയ്തത്. ഇങ്ങനത്തെ ചില പരാമർശങ്ങൾ നടത്തിയാലും അത് കളവ് എന്ന പരിഗണനയിൽ വിചാരണയ്ക്ക് വിധേയമാകുമോ എന്ന ഭയം ആർക്കുണ്ട്? ഇബ്രാഹിം നബിക്കുണ്ട്. ഇബ്രാഹിം നബിക്ക് സംസാരിക്കാൻ ധൈര്യമില്ല. അള്ളാഹു വന്നിട്ട് നീ എന്തിന് വിചാരണ? നീ കള്ളം പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുന്നതിനാണോ? അവർ കളവാണോ പറഞ്ഞത്? അല്ല, അത് നിർബന്ധിതമായ സാഹചര്യങ്ങളാണ്. എന്നിട്ട് പോലും എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടുന്നു. ചന്ദ്രനും സൂര്യനുമാണ് എൻ്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്. ശരിക്കത് നെഗറ്റീവായ അർത്ഥത്തിലാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രവും റബ്ബാകാൻ കൊള്ളുകയില്ല എന്ന് പഠിപ്പിക്കാൻ സവിശേഷമായ ഒരു അലങ്കാര പ്രയോഗം നടത്തുക മാത്രമാണ് ആര് ചെയ്തിട്ടുള്ളത്? ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തിട്ടുള്ളത്. എന്നാലും ആ ഒരു വാക്ക് പറഞ്ഞല്ലോ, അതിന്റെ പേരിൽ വിചാരണ വരുമോ എന്ന് ഭയന്നിരിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം അദ്ദേഹം ചൂണ്ടുന്നത് മൂസാ നബിയിലേക്കാണ്. മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം ഒരാവേശം കൊണ്ട് ഒരാളെ അടിക്കുന്ന സന്ദർഭം ഉണ്ടായി. അയാൾ മരിച്ച് താഴെ വീണു. കൊല്ലാൻ വേണ്ടി ചെയ്യുന്നതല്ല, നബിയല്ലേ, മാസൂമാണ്, പാപസുരക്ഷിതനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു കൊലപാതകയായി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അടി കിട്ടിയ ഒരാൾ മരിച്ചു എന്നുള്ളത് സത്യമാണ്, അല്ലെ? ആ ഒരു കാര്യം അള്ളാഹു മാപ്പ് കൊടുത്ത കാര്യമാണ്. സന്ദർഭത്തിൽ സംഭവിച്ചു പോയി, അള്ളാഹു അത് മാപ്പ് നൽകി. എന്നിട്ടും ആ വിഷയത്തിൽ വിചാരണ ഉണ്ടാകുമല്ലോ എന്ന് ഭയപ്പെടുന്ന മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം ഈസാ നബിയുടെ അടുത്തേക്കാണ് വിടുന്നത്. ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹം ഇവർ പറഞ്ഞ പോലത്തെ ന്യൂനതകളൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി എന്നല്ല അദ്ദേഹം പറയുന്നത്. മറിച്ച് എന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ എന്നെയും എൻ്റെ ഉമ്മയെയും ആരാധിച്ചു, ഇലാഹുകളായി കണക്കാക്കി. അതുകൊണ്ട് ലോകത്ത് വലിയൊരു ജനത ഞങ്ങളെ ആരാധിച്ചതുകൊണ്ട് ഞങ്ങളെ ആരാധിച്ച ആളുകളെ മുഴുവൻ വിചാരണ നടത്തുമ്പോൾ അള്ളാഹു അതിനരികിൽ ഞങ്ങളെ കൊണ്ട് നിർത്തും, എന്നെയും എൻ്റെ ഉമ്മയും കൊണ്ട്. തന്നെ മറുപടി വരണ്ടേ? അത് ബേജാറായിട്ട് വിചാരണക്കെടുക്കണം എന്ന് പറയാൻ ആർക്ക് കഴിയുന്നില്ല? ഈസാ അലൈഹി ഇസ്ലാമിന് കഴിയുന്നില്ല. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അനലഹ, ഞാനാണ് വിചാരണക്കെടുക്കണമെന്ന് പറയാൻ അർഹൻ. മഖാമ മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് മുഹമ്മദ് നബിക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ ഞങ്ങളെ വിചാരണക്കെടുക്കണമെന്ന് പറയുന്നത് കിടത്താണ് സുജൂദിൽ. ഫഖറ സാജിദ, അദ്ദേഹം സുജൂദിൽ കമിഴ്ന്നു വീഴും. സുജൂദിൽ വീണതിന് ശേഷം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം, എത്ര കാലം നമുക്ക് യുഗങ്ങളോളാണ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ സമ്മതം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ. മുഹമ്മദ് നബി സമ്മതം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇനി വേറെ ആരും സംസാരിക്കൂല. അഷ്റഫുൽ ഖൽക്കാണ് സുജൂദ് കിടക്കുന്നത്. 1-2 ദിവസമല്ല, 10-100 കൊല്ലമല്ല. ദുനിയാവുമായി അതിനെ ബന്ധപ്പെടുത്താനേ സാധ്യമല്ല. ഗംഭീരമായ ഒരു ദിവസമാണ് യൗമുൽ ഖിയാമ. മനസ്സിലായില്ലേ? സൂറത്തുൽ ഫാത്തിഹയിൽ റിസാലത്തും ആഖിറത്തും തൗഹീദും അതിന്റെ ആധാരങ്ങൾ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. റബ്ബുൽ ആലമീനാണ്, റഹ്മാനാണ്, റഹീമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ തൗഹീദ് പഠിപ്പിച്ചു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ആഖിറത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ അധികാരത്തെക്കുറിച്ചും കൃത്യമായി പഠിപ്പിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തൗഹീദ് ഉലൂഹിയ പഠിപ്പിച്ചു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പഠിപ്പിക്കുമ്പോൾ റിസാലത്ത് പഠിപ്പിച്ചു.
തൗഹീദും റിസാലത്തും ആഖിറത്തും ഏറ്റവും സംക്ഷിപ്തമായി നമ്മുടെ മനസ്സിൽ പതിയുമാറി എല്ലാ നിസ്കാരത്തിൽ നമ്മൾ ആവർത്തിച്ചോതി നമ്മുടെ തൗഹീദും റിസാലത്തും ആഖിറത്തും ഊട്ടിയുറപ്പിക്കാനാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ആവർത്തിച്ചോതാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിൽ വെക്കുക. അങ്ങനെ എന്തുണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണ് കാലങ്ങളോളം കിടക്കും. അവസാനം അള്ളാഹു സമയം അനുവാദം കൊടുക്കാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ സമ്മതം കൊടുക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനാണ്. അദ്ദേഹത്തോട് യാ മുഹമ്മദ് മുഹമ്മദ് എഴുന്നേൽക്ക്, തല ഉയർത്ത്, സുജൂദിൽ നിന്ന് തല ഉയർത്ത്, ചോദിക്കൂ തരാം, നീ ശഫാഅത്ത് ചെയ്തോളൂ, നിന്റെ ശഫാഅത്ത് പരിഗണിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതം കൊടുത്തതിന് ശേഷമാണ് ലോകത്തൊരിക്കലും അള്ളാഹുവിനെ പ്രശംസിച്ചിട്ടില്ലാത്ത ചില സ്തുതിവാക്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കപ്പെടുകയും ലോകത്താരും അള്ളാഹുവിനെ സ്തുതിച്ചിട്ടില്ലാത്ത ചില സ്തുതിവാക്യങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും. അതിനുശേഷം ആകെ പറയുന്നത് ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തി എൻ്റെ ഉമ്മത്തി. ഇതാണ് സമ്മതം ചോദിക്കൽ. മുഹമ്മദ് നബിക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെങ്കിൽ ഇത്രയും ഘട്ടങ്ങൾ കടന്നു പോകണം. നമ്മൾ ഔലിയാക്കന്മാരെ പറ്റിയൊക്കെ എന്തൊക്കെ പരിചയം. ഔലിയാക്കന്മാരോട് നിൽക്കട്ടെ, ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്നവർ അള്ളാന്റെ തോളിൽ കയറ്റി നടക്കുന്ന മാതിരി വർത്താനം. മുൻകർ നക്കീർ അടിക്കാൻ വരുമ്പോൾ വടി പിടിച്ചു വെക്കുക, റൂഹ് തന്റെ കൊട്ട തട്ടിപ്പറിക്കുക, ഈ ജാതി കഥകളൊക്കെയാണ്. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കണമെങ്കിൽ ഇത്രയും സുജൂദിൽ കിടന്ന് അള്ള സമ്മതം കൊടുത്തിട്ട് എഴുന്നേറ്റിട്ട് വേണം വിചാരണക്കെടുക്കണം. ഇത് ഗംഭീരമായ ഒരു സന്ദർഭമാണ്. അതിനുശേഷമാണ് ആളുകൾ ആ വിയർപ്പിൽ നിന്ന് സത്യവിശ്വാസികൾ രക്ഷപ്പെടുന്നതും അതേപോലെ തന്നെ അവർക്ക് വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നതും അവർക്ക് തണൽ വിരിക്കപ്പെടുന്നതും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മഹ്ശർ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തൗഹീദും റിസാലത്തും കൃത്യമായിരിക്കണം, കലർപ്പില്ലാത്തതായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അന സയ്യിദു വലദി ആദം. മറ്റൊരു റിപ്പോർട്ടിൽ അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലാ ഫഖർ, ഞാൻ അഭിമാനം പറയുകയല്ല. വഅന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ഖബർ പിളർന്ന് പുറത്തേക്ക് വരുന്നത് ഞാനാണ്. വലാ ഫഖർ, ഞാൻ അഭിമാനം പറയുകയല്ല. വഅന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന വലാ ഫഖർ, ഞാനാണ് ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഞാൻ അഭിമാനം പറയുകയല്ല. വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ, ഞാനാണ് പരലോകത്ത് ആദ്യമായി റബ്ബിനോട് സംസാരിക്കാനും ശഫാഅത്ത് ചെയ്യാനും അനുമതി കിട്ടുന്നവനും എൻ്റെ ശഫാഅത്താണ് ആദ്യമായി സ്വീകരിക്കപ്പെടുന്നതും. ബിയദി ലിവാഉൽ ഹംദി യൗമൽ ഖിയാമ, ലിവാഉൽ ഹംദ് എന്നറിയപ്പെടുന്ന ഒരു പതാക എൻ്റെ കയ്യിലാണ് ഖിയാമത്ത് നാളിൽ ഉണ്ടായിരിക്കുക. മനസ്സിലായില്ലേ? ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, അതേപോലെ ആദം നബി അടക്കമുള്ളവരും മറ്റ് എല്ലാ അടിമകളും എൻ്റെ കൊടിയുടെ കീഴിലാണ് പരലോകത്ത് ഹാജരാവുക. മനസ്സിലായില്ലേ? ആദമും മറ്റുള്ളവരും എൻ്റെ കൊടിയുടെ കീഴിലാണ്. ഫആതി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ചൊല്ലും. ഫയുഖാലുലി, എന്നോട് ചോദിക്കപ്പെടും. മൻ, ആരാണ്? ഫഅഖൂലു അഹ്മദു, ഞാൻ അഹ്മദ് എന്ന് പറയും. ഫയുഫ്തഹുലി, എനിക്ക് വേണ്ടി തുറക്കപ്പെടും. മലക്കുകൾ അപ്പോഴാണ്, പേര് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആദ്യമായി അവസരങ്ങൾ നൽകപ്പെടുന്നത്, സ്വർഗം തുറക്കപ്പെടുന്നതും വിചാരണക്ക് അപേക്ഷിക്കാൻ അനുമതി ലഭിക്കുന്നതും മുഹമ്മദ് നബിക്കാണ്. ഫൈദാ റഅയ്തു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ, റബ്ബിനെ കാണുക എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മുന്നിൽ സന്നിഹിതമാകുമ്പോൾ, ഖറർതു ലഹു സാജിദൻ, ഞാൻ സുജൂദിൽ കമിഴ്ന്നു വീഴും. ഫഅഹ്മദുഹു ബിമഹാമിദ ലം യഹ്മദ്ഹാ അഹദുൻ ഖബ്ലി, എൻ്റെ മുമ്പ് ആരും ഇതുവരെ സ്തുതിവാക്യങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത സ്തുതിവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് റബ്ബിനോട് വിചാരണക്കെടുക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടും. എങ്ങനെയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്? ഖൈറു യൗമിൻ തലഅത്ത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, വെള്ളിയാഴ്ചയാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉഹ്ബിത, സ്വർഗത്തിൽ നിന്ന് ആദം പുറത്താക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വഫീഹി തീബ അലൈഹി, അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വഫീഹി മാത, ആദം അലൈഹിസ്സലാം മരണപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വഫീഹി തഖൂമു സാ, ലോകാന്ത്യം സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ ഹത്താ തത്ലു വശംസു ശഫഖൻ മിന സാ ഇല്ല ബിനു ആദം വഫീഹി സാഅത്തുൻ ലാ യുസാദിഫുഹാ അബ്ദു മുഅ്മിനുൻ വഹുവ ഫി സ്വലാത്തി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലോകം ഉയർത്തെഴുന്നേൽപ്പിന്റെ യാഥാർത്ഥ്യത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഓരോ സത്യവിശ്വാസിയും അപ്രതീക്ഷിതമായിരിക്കെ ഈ ലോകാന്ത്യം ഉണ്ടാകും എന്ന് കൃത്യമായി ഖുർആനും അത് വിശദീകരിച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലായി ബഗ്തത്തന്നാണ്,
അപ്രതീക്ഷിതമായി കണ്ണിമ ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് നമ്മൾ ലോകാവസാനത്തെപ്പറ്റി ചിന്തിക്കാത്ത നേരത്താണ് ലോകാവസാനം. നമ്മുടെ മരണവും അങ്ങനെ തന്നെ. മരണത്തെപ്പറ്റി ആലോചിക്കാതിരിക്കുമ്പോഴാണ് മരണം വരിക. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്. കാഹളത്തിൽ ഊതപ്പെടും. ആകാശഭൂമികളിലുള്ളവർ ബോധരഹിതരായി നിലംപതിക്കും, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അവൻ നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്, ചില രീതികളുണ്ട്. അതിനനുസരിച്ച് ലോകം അവസാനവും ഉയർത്തെഴുന്നേൽപ്പും അതിനുവേണ്ടി കാഹളത്തിലൂതലും അത്തരം ഏർപ്പാടുകളും ഒക്കെ അള്ളാഹു വെക്കുമെന്ന് കാണാൻ സാധിക്കും. ഇസ്രാഫീലാണെങ്കിൽ ഇപ്പോൾ തന്നെ കാഹളം വായിൽ വെച്ച് നെറ്റി ഉയർത്തി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആര്? ഇസ്രാഫീൽ. ഈ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അമ്മോശൻ അമീറുൽ മുഅ്മിനീൻ അദ്ദേഹവും മറ്റു ചിലരും ഇരിക്കുമ്പോൾ നബിയുടെ പായയിൽ പരമ്പിന്റെ അടയാളം ശരീരത്തിൽ പതിച്ചതായിട്ട് കണ്ടു. അപ്പൊ അവർ വിചാരിച്ചു ചകിരി ഉപയോഗിച്ചൊരു ചെറിയ മെത്ത ഉണ്ടാക്കി കൊടുക്കാൻ നബിക്ക്. അവരാഗ്രഹം നബിയോട് പറഞ്ഞു. നബി പറഞ്ഞു, വേണ്ട. കൈഫ അനം, ഞാനങ്ങനെ സുഖിച്ചു കിടക്കും. സൂറിന്റെ ആളെന്ത് ചെയ്തിരിക്കുന്നു? കാഹളമെടുത്ത് വായിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വഹന ജബ്ഹതഹു, അവന്റെ നെറ്റി ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. എന്തിന്? അള്ളാഹുവിന്റെ കൽപ്പന വരാൻ വേണ്ടി. അപ്പൊ ഇപ്പൊ തന്നെ ഇസ്രാഫീൽ കാഹളത്തുള്ളത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അള്ളാഹു കൽപ്പിക്കുമ്പോൾ ഊതും, ലോകം അവസാനിക്കും. അടുത്ത ഊത്ത് ഉയർത്തെഴുന്നേൽപ്പ്. ഈ ഒരു ക്രമം നിശ്ചയിക്കപ്പെട്ടു. കൈഫ അൻഅമു വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനിൽ ഖർന. ആ കാഹളം ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് മീകായിൽ, ഇസ്രാഫീൽ, സാഹിബുൽ ഖർനും ഇസ്രാഫീൽ പിന്നെ ആ കാഹളമെടുത്ത് വായിൽ വെക്കുകയും വഹന ജബ്ഹതഹു, തന്റെ നെറ്റി അത് ചെരിച്ചു വെക്കുക, റബ്ബിലേക്ക് ഇങ്ങനെ ചെരിച്ചു വെക്കുക മോളിൽ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാൻ കാത്തിരുന്നുകൊണ്ട് അവന്റെ ഇങ്ങനെ കാതോർത്തിരിക്കും. അൻയൻഫുഹ, ഊതാനുള്ള കൽപ്പന വരും. കൽപ്പന വന്നിട്ട് ഫയൻഫുഹ, ഊതണം. കൽപ്പന കിട്ടിയിട്ട് ഊതണം. അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാനെങ്ങനെ സുഖമായി നല്ലൊരു മെത്തയിൽ കിടന്നുറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. കാഹളത്തിലൂതി, ലോകം അവസാനിച്ചു. അടുത്ത കാഹളത്തിലൂത്ത് എല്ലാവരും ആലമുൽ ബർസഖാണെങ്കിലോ ശൂന്യമായ ഒരു കാലഘട്ടമല്ല. സത്യവിശ്വാസികൾക്ക് അനുഭൂതികളാണ്, പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും. അവിടെ ഒരു ദിവസം 50,000 കൊല്ലമാണ്. പ്രഭാതം എന്ന് പറഞ്ഞാൽ ആനുപാതികമായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ആദം നബിയുടെ കാലത്ത് മരിച്ചവർക്ക് പ്രഭാതം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു പ്രഭാതം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതാ പറഞ്ഞ എല്ലാവർക്കും ആലമുൽ ബർസഖ് തുല്യമാണ്. അവസാനം മരിക്കുന്നവർക്ക് കുറവും ആദ്യം മരിച്ചവർക്ക് കൂടുതലൊന്നുമല്ല. അത് മറ്റൊരു ലോകമാണ്. അവിടെ എന്താണ്? അത് കഴിഞ്ഞാൽ പിന്നീട് സത്യനിഷേധികളാണെങ്കിൽ അവിടെ അവിശ്വാസികൾ നരകത്തിന്റെ തീയിലാണ്, തീയിന്റെ വിരിപ്പാണ് അവർക്ക് വിരിച്ചു കൊടുക്കുന്നത്. അവരുടെ ദുഷ്കർമ്മങ്ങൾ മുഴുവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ചുറ്റുപാടും ഞങ്ങൾ ഇവിടെ തന്നെ മണ്ണായി തീർന്നെങ്കിൽ എന്ന് അവർ ചിന്തിച്ചു പോകുന്ന സാഹചര്യമാണ് കാഫറുകൾക്ക് ബർസഖിൽ ഉണ്ടാവുക. സത്യവിശ്വാസികളാണെങ്കിലോ അവരുടെ നന്മകൾ, അവരുടെ ദിക്റുകൾ, ദുആകൾ, നിസ്കാരങ്ങൾ, സദഖകൾ, സക്കാത്ത്, ഹജ്ജ്, ഉംറ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ഖുർആനോദി, ദീൻ പഠിച്ചത്, ദഅവത്ത് ചെയ്തത്, എല്ലാ കാര്യങ്ങളും അതീവ സുന്ദരന്മാരായി അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഖബറിൽ ചുറ്റുപാടുമുണ്ടാകും. കണ്ണെത്താ ദൂരത്ത് അവരുടെ ഖബർ വികസിപ്പിച്ച് ഖബറിലും നല്ല അനുഭവമാണ്. അത് കഴിഞ്ഞാൽ അവരെത്രയും പെട്ടെന്ന് ഇത് അവസാനിച്ച് സ്വർഗത്തിലെത്തട്ടെ ചിന്തിക്കാം. കാരണം സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതില് ഖബറിലേക്ക് തുറന്നു വെച്ചെടുക്കും. ഈ രാവിലെയും വൈകുന്നേരം എണീറ്റിരിക്കുമ്പോഴൊക്കെ സ്വർഗം കാണാം. അവർ ഇരിക്കേണ്ട സ്ഥലമുള്ള ദിവസവും കാണിച്ചു കൊടുക്കും. അതിന്റെ സൗരഭ്യം ഖബർ വരെ എത്തും. അപ്പൊ അവിടെ ചെന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ സ്വർഗം നിഷേധികളാണെങ്കിലോ അവർ നരകത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. അതിന്റെ ആ ദുർഗന്ധം വമിക്കുന്ന ചൂടുള്ള ആവി അത് ഖബറിലേക്ക്, ആലമുൽ ബർസഖിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ തൊട്ടുടനെ നടക്കുന്ന അനുഭവങ്ങൾ. പിന്നീട് സുമയുർസിലുല്ലാഹു മതറൻ കഅന്നഹു തൽ, ഒരു നേർത്ത, ഒരു നേരിയ മഴ പോലുള്ള ഒരു തല്ല്, ഒരു ചെറിയ മഴ അള്ളാഹു അയക്കും. വയംബുത്തു മിൻഹു അജ്സാദൻ നാസ്, അങ്ങനെ അള്ളാഹു ജനങ്ങളുടെ ശരീരങ്ങളെ ഖബറുകളിൽ നിന്ന് മുളപ്പിച്ചു കൊണ്ടുവരും. സുമയുൻഫഖു ഫീ ഉഖറ, ഇസ്രാഫീൽ രണ്ടാമത് കാഹളത്തിലൂതും, അഥവാ കാഹളം വീണ്ടും ഊതപ്പെടും. ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, അപ്പോഴതാ എല്ലാവരും പരസ്പരം നോക്കി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നു മഹ്ശറിൽ വിചാരണക്ക് വേണ്ടി. അബൂ ഹുറൈറ എല്ലാവരും പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ഇൻസാനി അൽമൻ, മനുഷ്യനിൽ ഒരു എല്ലുണ്ട്, ലാ തഅകുലുഹുൽ അർളു അബദ, മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിലെ ആ എല്ല്, അതായത് നട്ടലിന്റെ പിറകുവശത്തുള്ള ഒരു എല്ല്, അജ്ബു ദനബ് എന്നറിയപ്പെടുന്ന വാൽഭാഗത്തുള്ള ഒരു എല്ല്, അത് നശിക്കുന്നില്ല, അത് മണ്ണ് തിന്നുന്നില്ല. ഫീഹി യുറക്കബു യൗമൽ ഖിയാമ, ആ ഒരു എല്ലിൽ നിന്ന് അവന്റെ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും മാംസങ്ങളും എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും.
ഖാലു സ്വഹാബികൾ ചോദിച്ചു, അയ്യു അളമിൻ ഹുവ യാ റസൂലല്ലാഹ്, നശിക്കാതെ ഖബറിൽ കിടക്കുന്ന ഓരോരുത്തരുടെയും ആ എല്ല് ഏതാണ് റസൂലേ? ഖാല അജ്ബു സനബ്, അത് വാൽഭാഗത്തുള്ള എല്ലാണ് എന്ന്, നട്ടലിന്റെ താഴ്ഭാഗത്തുള്ള എല്ലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഇമാം നവവി പറഞ്ഞു, വഹുവ അവ്വലു മാ യുഖ്ലഖു മിനൽ ആദമി, ഒരു മനുഷ്യനിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട എല്ലാണത്. വഹുവല്ലദീ യബ്ഖാ മിൻഹു ലിയുആദ തർക്കീബൽ ഖൽഖി അലൈഹി, അതുകൊണ്ട് അതിലേക്ക് പിന്നെ അവന്റെ ആ സൃഷ്ടിപ്പ് ആവർത്തിക്കാൻ വേണ്ടി ആ ഒരു എല്ല് അവൻ അവശേഷിപ്പിക്കും. ആദ്യം ആ എല്ലിൽ നിന്ന് ബാക്കിയൊക്കെ ഉണ്ടായതുപോലെ ഉയർത്തെഴുന്നേൽപ്പിലും ആ എല്ലിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടാകുമെന്നാണ്. കാഹളത്തിൽ ഊതപ്പെടും. ഫലാ യസ്മഉഹു അഹദുൻ, ഒരാളും അത് കേൾക്കുന്നില്ല. ഇല്ലാ സഗാലിതം വറഫ അലീതാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേൾക്കുന്ന സമയത്ത് അവൻ ഇങ്ങനെ ചെരിഞ്ഞു നിന്നുകൊണ്ട് ശ്രദ്ധിക്കും, തല ഇങ്ങനെ ഉയർത്തും. മനസ്സിലായില്ലേ? അവ്വലു മൻ യസ്മഉഹു റജുലുൻ യലൂതു ഹൗള ഇബ്ലിഹി, ഈ ലോകാവസാനത്തിന്റെ കാഹളത്തിൽ ഊതുന്ന ശബ്ദം അത് കേൾക്കുമ്പോൾ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ ആ കാഹളത്തിലേക്ക് ശ്രദ്ധിക്കും. ലോകം അവസാനിക്കുന്നവന് ബോധ്യപ്പെടും. ആ കാഹളം തന്നെ ലോകം അവസാനിക്കണമെന്ന് തിരിച്ചറിയും. അല്ലേ? നമ്മൾ ഉരുൾപൊട്ടലുണ്ടാകുമ്പോഴും അങ്ങനത്തെ പ്രളയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അറിയുന്നുണ്ട് ഇതാ വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാകുമല്ലോ. എന്നതുപോലെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നയാൾ റജുലുൻ യലൂതു ഹൗള ഇബ്ലിഹി, ഒട്ടകത്താവളത്തിൽ അതിൽ പിന്നെ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫയസ്അഖ്, ഈ ശബ്ദം കേൾക്കേണ്ട താമസം ആളുകൾ ബോധരഹിതരായി നിലംപതിക്കും. വയസ്അഖ്, ആ കേൾക്കുന്ന ആൾ ആദ്യം ബോധം കെട്ടു വീഴും. ആദ്യം ഇസ്രാഫീൽ കാഹളത്തിലൂന്നത് ഒരു ഒട്ടകത്തിന്റെ ആ ശാലയുണ്ടല്ലോ, ഒട്ടകത്തിന്റെ കൂട്, ആ ആലയിൽ പണിയെടുക്കുന്ന ഒരാളാണ് ആദ്യം കേൾക്കുക. അയാൾ ആദ്യം ബോധം കെട്ടു വീഴും. പിന്നെ ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യരും ഇങ്ങനെ വീഴും. മനസ്സിലായില്ലേ? സുമ്മ യുർസിലുല്ലാഹ് മത്തറൻ, പിന്നെ അള്ളാഹു അതിന്റെ പിന്നാലെ ഒരു മഴ അയക്കും. അത് അടുത്ത ഊത്താണ്. കാരണം ഹുത്തല്ല് അവിളില്, ഒരു തണല് പോലെ, ഒരു നിഴല് പോലെ, ഒരു ചെറിയ നേർത്ത മഴ പോലത്തെ ഒരു മത്തറാണ് അയക്കുക. ഫതൻബുത്തു മിൻഹു അജ്സാദുന്നാസ്, ജനങ്ങളുടെ ശരീരങ്ങളൊക്കെ ഇങ്ങനെ മുളച്ചു വരും. സുമ്മ യുൻഫഖു ഫീഹി ഉഖറ, ഒരിക്കൽ കൂടി ഊതപ്പെടും. ഫഇദാഹും ഖിയാമുൻ യൻളുറൂൻ, അപ്പോഴത് അവർ പരസ്പരം നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്നവരാണ്. സുമ്മ യുഖാൽ, പറയപ്പെടും, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഹലുമ്മ ഇലാ റബ്ബിക്കും, വാ നിങ്ങളുടെ റബ്ബിലേക്ക് വാ എന്ന് പറയും. ഖുർആൻ പറഞ്ഞല്ലോ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. മനസ്സിലായില്ലേ? അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, അവർ ചോദ്യം ചെയ്യപ്പെടാനുള്ളവരാണ് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ ഖുർആനിൽ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ വിചാരണ തീരുന്നവരെ എഴുന്നേറ്റ് നിൽക്കണം. വിചാരണ തുടങ്ങുന്നത് വരെ ഇങ്ങനെ കസരട്ടി ഇരിക്കാനൊന്നും പറ്റൂല. എഴുന്നേറ്റ് നിൽക്കണം എല്ലാവരും. ഗംഭീരമായ ഒരു സദസ്സാണ് അന്തിമ നാൾ. ഈ ആഖിറത്ത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പം അദ്ദേഹത്തിന്റെ ദുആഉൽ ഇസ്തിഫ്താഹിൽ ഈ കാര്യം പറയാറുണ്ട്. ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്തെടുത്ത് പറയാറുണ്ട്. മനസ്സിലായില്ല? അത് ആ കൂട്ടത്തിൽ അദ്ദേഹം പറയും, ഞാൻ സത്യമാണ്, എല്ലാ നബിമാരും സത്യമാണ് എന്നിങ്ങനെ പറയുന്ന പിന്നെ മുഹമ്മദുൻ ഹഖുൻ വന്നബിയ്യുന ഹഖുൻ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം വസ്സാഅത്തു ഹഖുൻ, ലോകം അവസാനിക്കും എന്നത് സത്യമാണ്. അതേ പ്രകാരം തന്നെ വൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. എല്ലാ ദിവസവും ഖിയാമുൽ ലൈൽ നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയും. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ഇത് മനസ്സിൽ പ്രവേശിച്ച് അള്ളാഹുവിനെ ഭയന്ന് തൗഹീദ് സ്വീകരിച്ച് സലഫിയായി ജീവിച്ച് അഹ്ലുസുന്നയുടെ മാർഗത്തിൽ പ്രവേശിച്ച ആൾക്ക് പിന്നെ എങ്ങനെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അജണ്ടകളുടെയും പേരിൽ പരസ്പരം ഗീബത്തും നമീമത്തും കലഹങ്ങളും വാപ്പയും മകനും തമ്മിൽ തെറ്റിക്കുക, അമ്മോശനെയും മരുമക്കളെയും തമ്മിൽ തെറ്റിക്കുക, പറ്റുമെങ്കിൽ അടി ഉണ്ടാക്കുക, ബഹളമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് ആത്മാർത്ഥമായി ഈ ഒരു പരലോക ചിന്ത മനസ്സിൽ പ്രവേശിച്ച ആളുകൾക്ക് എങ്ങനെ കടന്നു വരാൻ പറ്റും? അള്ളാഹു നമ്മൾ അത്തരം ഫിത്തനകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്തനകളിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിനും സലാം വീട്ടിയിട്ടില്ല. കാരണം നമ്മൾ ശരിക്കും ഭയപ്പെടുന്ന ഫിത്തനകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൽമു കൊണ്ടല്ലാതെ, ഇഖ്ലാസുള്ള ഇൽമു കൊണ്ടല്ലാതെ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ആൾബലം കൊണ്ട് രക്ഷപ്പെടാൻ ആരും വിചാരിക്കേണ്ട. വലിയൊരു പാർട്ടി ഉണ്ടാക്കി പാർട്ടിന്റെ ശക്തിയോട് രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട. എല്ലാ പാർട്ടിയും ഫിത്തനയുടെ മാർഗത്തിലാണെങ്കിലും ഒരാൾക്ക് മാത്രം രക്ഷപ്പെടാൻ കഴിയും. എന്തു വേണം? ഇഖ്ലാസുള്ള ഇൽമു വേണം, അമലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇൽമു വേണം. ആ ലക്ഷ്യത്തിലാണ് ഇത്തരം സദസ്സുകളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് വരുമ്പോൾ യാ വൈലനാ മംബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ ഉറങ്ങിക്കിടന്നിടത്തുനിന്ന് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നവൻ ആരാണ്? ഞങ്ങളുടെ നാശമേ എന്നവർ ചോദിക്കും. അതിനുത്തരം
ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണികൻ ആദ്യമേ വാക്ക് തന്ന വിഷയമാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്. വസദഖൽ മുർസലൂൻ, എല്ലാ റസൂലുമാരും സത്യസന്ധമായി ദഅവത്ത് ചെയ്ത വിഷയമാണിത്. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദ, ഒരു ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല അത്. ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, ഒരൊറ്റ ശബ്ദം, അതോടുകൂടി എല്ലാവരും നമ്മുടെ അരികിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുമെന്ന് സൂറത്തു യാസീനിലെ 52, 53 ആയത്തുകൾ കാണാൻ പറ്റും. മർക്കത് എന്നുള്ളത് ഒരു പ്രയോഗമാണ്. കാരണം മഹ്ശറിൽ ആലമുൽ ബർസഖിൽ കുറെ സമയം കിടക്കുന്നുണ്ട്. പക്ഷെ രാവിലെയും വൈകുന്നേരം എഴുന്നേറ്റിരിക്കും, പിന്നെ ഉറങ്ങും, പിന്നെ എഴുന്നേറ്റിരിക്കും, പിന്നെ ഉറങ്ങും. അപ്പം ഉറങ്ങുന്ന സ്ഥലമായതുകൊണ്ടാണ് മർക്കത് എന്ന് മക്ബറക്ക് പേരിട്ടിയത്. ആരും ഖബർ പോയാൽ ഞങ്ങൾ ഒന്നും അറിയില്ല, അവിടെ കിടക്കാന്ന് വിചാരിക്കണ്ട. നിഫാഖും ബിദ്അത്തും കുഫറും ശിർക്കും ആയി ഖബറിൽ കിടക്കുന്നവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ ശിക്ഷിക്കപ്പെടും. നരകത്തീയിൽ അവർ വന്നുരുകും. നരകത്തിലെ തീയാണ് ഖബറിൽ വിരിച്ചെടുക്കുക, രാവിലെ വൈകുന്നേരവും. ഒരു ദിവസം 50,000 വർഷമെങ്കിൽ പ്രഭാതവും ആനുപാതികമായിട്ടുണ്ടാകും, പ്രദോഷവും ഉണ്ടാകും. പ്രഭാതത്തിലും പ്രദോഷത്തിലുമാണ് ഖബറിൽ രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ അഹ്ലുസുന്നയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സനുഅദിബുഹും മറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, 2 തവണ അവരെ നാം ശിക്ഷിക്കും, പിന്നീട് വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടും. സൂറത്തു തൗബയിലെ 101-ാമത്തെ ആയത്തിൽ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു 2 തവണ അവർക്ക് ശിക്ഷ കൊടുക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അദാബുൻ ഫി ദുനിയ വഅദാബുൻ ഫിൽ ഖബർ. 1 ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന പലതരത്തിലുള്ള ശിക്ഷകളുണ്ട്, 2 ഖബർ ശിക്ഷ. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം, പിന്നെ വമ്പിച്ച ശിക്ഷയിലേക്ക് മടക്കുമെന്നാണ് അദാബുൻ നാർ, അത് നരകശിക്ഷയാണ്. അങ്ങനെ 3 ശിക്ഷയാണ്. ചിലപ്പോൾ 1-ാമത്തെ ശിക്ഷ കൊണ്ട് തന്നെ അള്ളാഹു അവസാനിപ്പിക്കും, ചിലർക്ക് 1ഉം 2ഉം ശിക്ഷ കൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കും, ചിലർക്ക് 1ഉം 2ഉം പിന്നെ നരകശിക്ഷയും ഉണ്ടാകും. അള്ളാഹു ഇത് 3-ൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശിക്ഷ എന്നുള്ള നിലക്ക് ദുനിയാവിലൊരു വേദനയും നമുക്ക് അനുഭവിക്കേണ്ടി വരരുത്. പരീക്ഷണമായിട്ട് എത്രയും വരട്ടെ, പരീക്ഷണമായിട്ട് അള്ളാഹു എത്ര വേദന വേണമെങ്കിൽ നമുക്ക് തന്നുകൊള്ളട്ടെ. പക്ഷേ ശിക്ഷ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വേദനകൾ വരാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അതിനുള്ള അർഹത നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഒരു പക്ഷേ തൗഹീദിന്റെ വക്താക്കൾ ദുനിയാവിലെ ശിക്ഷയോടുകൂടി അള്ളാഹു അവസാനിപ്പിച്ചെന്ന് വരും. ഇങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന പരലോക ജീവിതത്തിന്റെ ഒരു സംക്ഷിപ്തം. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നിന്റെ റബ്ബും മലക്കുകളും അണിയണിയായി വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ, നരകം കൊണ്ടുവരപ്പെടും. അന്നേരം മനുഷ്യൻ ഓർക്കും, ഈ നരകത്തിൽ വീഴുന്ന കാര്യങ്ങളാണോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നരകം കാണുമ്പോൾ ഓർക്കും. മനസ്സിലായില്ലേ? അന്നേരം ഓർത്തിട്ട് എന്താ കാര്യം? വഅന്നാ ലഹു ദിക്റ, എങ്ങനെയാ നരകം വരുന്നത്? യുഅ്താ ബിജഹന്നം, നരകം കൊണ്ടുവരപ്പെടും. യൗമഇദിൻ, അന്നേ ദിവസം. ലഹാ സബഊന അൽഫ സിമാം, അതിന് 70,000 ചങ്ങലകൾ ഉണ്ടാകും. കുല്ലി സിമാമിൻ സബൂന അൽഫ മലക്കിൻ യജുറൂനഹ, ഓരോ ചങ്ങലയിലും അതിനെ വലിച്ചിഴക്കുന്ന 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. ഒരു മലക്കെന്ന് പറഞ്ഞാൽ തന്നെ ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കാൻ വലുപ്പമുണ്ട്. ഒരു മലക്കിന്റെ ചെവിക്കുന്നി മുതൽ ഷോൾഡർ ചുമല് വരെ 40 വർഷത്തെ വഴിദൂരാണ്. ആ ജാതി 70,000 മലക്കുകളാണ് ഓരോ ചങ്ങലയിലും. അങ്ങനത്തെ 70,000 ചങ്ങല, 70,000 കൊണ്ട് ഗുണിക്കുക, 490 കോടി മലക്കുകൾ. 490 കോടി മലക്കുകൾ വലിച്ചിഴച്ചു കൊണ്ടുവരാൻ മാത്രം ആഴവും വലുപ്പവും ഭാരവുമുള്ള നരകാഗ്നി വജീഅ യൗമഇദിൻ ബിജഹന്നം, മഹ്ശറിൽ കൊണ്ടുവരപ്പെടും. മറ്റൊരു റിപ്പോർട്ട് കാണാം, യഖ്റുജു ഉനുഖും മിനൻ നാർ, നരകത്തിൽ നിന്നൊരു കഴുത്തിങ്ങനെ പുറത്തേക്ക് വരുമെന്നാണ്. എന്നിട്ട് ആ മഹ്ശറിൽ വിചാരണ കാത്തിരിക്കുന്ന എല്ലാവരെയും തുറച്ചു നോക്കും. അത് കണ്ട് ലഹു ഐനാനി യുബ്സിറു ബിഹിമ വലഹു ഉദുനാനി യസ്മഉ ബിഹിമ വലിസാനുൻ യൻതിഖു ബിഹി, തുറച്ചു നോക്കുന്ന 2 കണ്ണുകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന 2 കാതുകൾ, സംസാരിക്കുന്ന ഒരു നാവ്. ആ നരകത്തിൽ നിന്ന് ഉയർന്നു വന്ന കഴുത്തിനുണ്ടാകും കണ്ണും ചെവിയും കാതുമൊക്കെയുള്ള ഒരു രൂപം ആ നരകത്തിൽ നിന്ന് ഉയർന്നു വരും. എന്നിട്ട് ഫയഖൂൽ, അത് പറയും, ഇന്നി വുക്കിൽതു ബി സലാസ്, 3 ആളുകളെ ഞാൻ ഏറ്റെടുത്തിരിക്കും. കുല്ലു ഉതുവിൻ ജബ്ബാർ, ആരെയൊക്കെ ഞാൻ ഏറ്റെടുത്തു? ഒന്നാമതായി എല്ലാ അഹങ്കാരികളായ സ്വേച്ഛാധിപതികളെയും റബ്ബിന്റെ കൽപ്പനകൾ അവഗണിച്ച് തന്നിഷ്ടപ്രകാരം അഹംഭാവത്തോടുകൂടെ ജീവിച്ച മുഴുവൻ ആളുകളെയും ഞാൻ ഈ വിചാരണയ്ക്ക് ശേഷം ഏറ്റെടുക്കും. ഇത് കഴിഞ്ഞിട്ടാ വിചാരണ. സ്വർഗമല്ല, വിചാരണ മുമ്പ് കാണിക്കുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന നരകാണ്. ആളുകൾ ഭയന്ന് വിറച്ചു പോവും. ഇതിന്റെ ശബ്ദം കേട്ട് എല്ലാവരും വെപ്രാളത്തിലായിരിക്കും. അതിന്റെ ഹുങ്കാരങ്ങൾ അവരുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ
അടുത്തത് വകുല്ലു മൻ ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ മറ്റ് ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, മുഹമ്മദ് നബിയോട് പാപമോചനം തേടിയവർ, നരകമോചനം തേടിയവർ, അങ്ങനെ മനമ്പത്തടിഞ്ഞ ബീവിയോടും കുപ്പസ്വാമി ഓച്ചർ ഒപ്പാപ്പയോടും CM-നോടും ബദരീങ്ങളോടും അങ്ങനെ തുടങ്ങി മടവൂരപ്പനോടും ഗുരുവായൂരപ്പനോടും ഒക്കെ വിളിച്ചു തേടിയ ആളുകളൊക്കെ ഈ ലോകത്തുണ്ടായിരിക്കും. മുഴുവൻ ആളുകളെയും ഈ വിചാരണയ്ക്ക് ശേഷം ഞാൻ ഏറ്റെടുക്കുമെന്ന് നരകം തന്നെ അവിടെ പ്രസ്താവന നടത്തും. അവസാനം പറഞ്ഞു വകുല്ലു മുസവ്വിർ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, ആത്മാവുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരെയും ഞാൻ പിടിക്കും. ഇതിൽ ഫോട്ടോഗ്രാഫി ഉൾപ്പെടുമെന്നുള്ളത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. നിർബന്ധിതാവസ്ഥയിലെ പാസ്പോർട്ട്, ലൈസൻസ് പോലുള്ള കാര്യങ്ങളിൽ ഇളവിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടെങ്കിൽ പോലും ഈ നരകത്തിന്റെ സംസാരത്തെ ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കുല്ലു മുസവ്വിർ, രൂപമുണ്ടാക്കുന്ന, ജീവനുള്ള രൂപമുണ്ടാക്കുന്ന, ചിത്രമുണ്ടാക്കുന്ന, പ്രതിഭയുണ്ടാക്കുന്ന, ആത്മാവുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരെയും ഞാൻ ഏറ്റെടുക്കുമെന്ന് നരകം പ്രസ്താവിക്കും. മഹ്ശറിൽ വിചാരണക്ക് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടു. ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് അടുത്ത ഓരോ വശങ്ങളും വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. പിന്നെ താരിഖ് അൽ മുഹാരിബി, മുഹാരിബ് ഗോത്രക്കാരനായ താരിഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുന്നത്, പിന്നെ യാ താരിഖ് ഇസ്തഇദ്ദ ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്, നീ മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ഒരുങ്ങുക. ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിന് അടയാളാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കാൻ റെഡി. ഇന്ന് മരിച്ചാൽ സങ്കടമൊന്നുമില്ല, നമ്മൾ തൗഹീദിലാണ്, സലഫിയത്തിലാണ്, മനസ്സിലായില്ലേ? ഈ ഒരു സമാധാനപൂർവമായ അവസ്ഥയിൽ ഞാൻ മരിച്ച എൻ്റെ മക്കളെന്താവും, ഭാര്യ എന്താവും, കുട്ടികളെന്താവും, സ്വത്തെന്താവും, കച്ചവടം എന്താവും, ഈ ബേജാറൊന്നും ഒരു സലഫിക്കില്ല. അള്ളാഹു നിശ്ചയിച്ച കാലഘട്ടം മാത്രമേ. വെറുതെ ബേജാറായിട്ട് എന്താ കാര്യം? ബേജാറായാലും ഇല്ലെങ്കിലും ലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാവർക്കും ഒരു അവധിയുണ്ട്. ആ അവധി വന്നാൽ ഒരു സെക്കൻഡ് വൈകുകയില്ല, ഒരു സെക്കൻഡ് നേരത്തെ നമ്മോട്ട് കൊണ്ടുപോവുകയുമില്ല. അതുകൊണ്ട് മരണഭയമില്ലാതെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ കഴിയുന്നതും സലഫികൾക്ക് മാത്രമാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറാവുക. നമുക്ക് ഈമാനുണ്ട് എന്നുള്ളതിൻ്റെ 3 അടയാളങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിൽ ഒരടയാളമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇത്രയും ആയുസ് കിട്ടിയിട്ട് എന്താണ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗത്തിലേക്ക് ഒരുങ്ങിയില്ല എന്നുള്ളതിന് നമ്മൾ ന്യായം പറയാം? നമ്മുടെ അടുത്ത് എന്ത് ഒഴിവ് കഴിവാണുള്ളത്? അള്ളാഹു വേണ്ടത്ര സമയം കിട്ടിയില്ല, ഞാൻ അവിടെ തിരക്ക് ഇവിടെ തിരക്ക്. ചിലർക്ക് മർക്കസിന്റെ തിരക്കുണ്ട്, അതിന്റെ പരിപാടികളും അതുറപ്പിക്കലും, എന്നിട്ട് അവനാന് ദീനുണ്ടാക്കാൻ നേരല്ല. ഇതൊരു കഷ്ടമാണ്. നഫ്സി അവനാന്റെ സ്വർഗം ഉറപ്പിച്ചതിന് ശേഷം മറ്റെല്ലാം. അതുകൊണ്ട് തന്നെ വേറൊന്നും നമ്മുടെ ചുമതലയിലില്ല. അവനാന്റെ ചുമലിലുള്ള ഭാരം എന്താണെന്ന് അറിയാമോ? എന്റെ തടി റബ്ബിന്റെ അരികെ രക്ഷപ്പെടുത്തും. നഫ്സിയ. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഇലൈഹി മർജിഉക്കും ജമിഅ, നിങ്ങളെല്ലാവരും മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്. വഅദല്ലാഹി ഹഖ്ഖാ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഇന്നഹു യബ്ദഉൽ ഖൽഖ്, തീർച്ചയായും അള്ളാഹുവാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത്. സുമ്മ യുഈദുഹു, മരണത്തിന് ശേഷം അത് ആവർത്തിക്കുന്നതും അള്ളാഹു തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് തരുന്നത്? ലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ബിൽ ഖിസ്ത്, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾക്ക് നീതിപൂർവകമായി പ്രതിഫലം നൽകുന്നതിനു വേണ്ടി. എന്നാൽ വല്ലദീന കഫറു, സത്യനിഷേധികളാണെങ്കിൽ ലഹും ശറാബും മിൻ ഹമീം, ചൂടേറിയ നരകത്തിന്റെ പാനീയമാണ് അവർക്കുള്ളത്. വഅദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത്. ബിമാ കാനു യക്ഫുറൂൻ, സത്യത്തെ തള്ളിയതിന്റെ പേരിൽ എന്നുള്ളതാണ്. ഇത് നാം ശരിയായ രൂപത്തിൽ മനസ്സിരുത്തണം. ഈ പരലോകത്ത് നാളെ പരാജയപ്പെട്ടു പോകുന്നവർ ആരാണ് എന്നുള്ളത് നന്നായി നമ്മൾ ഭയപ്പെടണം. അതിലൊന്നും മുശ്രിക്കാണ്. അത് നേരത്തോട് വിശദീകരിച്ചു കഴിഞ്ഞു. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു ഹുവൽ മസീഹു ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയം അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ കാഫറായി. വഖാലൽ മസീഹ്, ഈസാ നബി പറഞ്ഞു, യാ ബനി ഇസ്രായേൽ അഅ്ബുദുല്ലാഹ്, ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. റബ്ബി വ റബ്ബക്കും, അവൻ എന്റെ റബ്ബാണ് നിങ്ങളുടെ റബ്ബാണ്, അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് സ്വർഗം നിഷിദ്ധമാക്കി. വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസ്വാർ, ശിർക്കാകുന്ന ദുൽമ പ്രവർത്തിക്കുന്നവർക്ക് നരകത്തിൽ നിന്ന് സഹായികളായി ഒരാളും ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഷെയ്ഖിന്റെ മുരീദായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുമെന്ന ധാരണ സത്യവിശ്വാസികൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. മഹ്മൂദ് ബിൻ റബീഅ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്,
അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കണമെന്ന താല്പര്യത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവന് അത്തരം ആളുകളിൽ നരകം അള്ളാഹു തടഞ്ഞിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ വിഷയം നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. രണ്ടാമതായി നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ചെറിയ ശിർക്കാണ്. ആള് കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യപ്പെടാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും, ഏത് ദീനിന്റെ സദസ്സിൽ വന്നിരിക്കുകയാണെങ്കിൽ പോലും ദുനിയവിയായ അജണ്ടകൾ ഇതിലുണ്ടാവരുത്. ആരുടെ മുന്നിലും മികവ് കാണിക്കലും ജയിക്കലും ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല. നമുക്ക് ഇഖ്ലാസോട് കൂടി പഠിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലെത്തിക്കൊള്ളുക. അപ്പം വലിയ ശിർക്കുണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് നരകം നിർബന്ധമാക്കപ്പെടും. ചെറിയ ശിർക്കുണ്ടെങ്കിലോ ആ ചെറിയ ശിർക്കിനോട് ചേർന്നിരിക്കുന്ന അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. പലപ്പോഴും ചെറിയ ശിർക്ക് വലിയ ശിർക്കിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന വജുനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണേ. ആരാ ഇത് പ്രാർത്ഥിക്കുന്നത്? വിഗ്രഹഭഞ്ജകനായ ഇബ്രാഹിം അലൈഹി സ്വലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായില്ലേ? ഇബ്രാഹിം തൈമി എന്ന പണ്ഡിതൻ പറഞ്ഞു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം അലൈഹി സ്വലാം, ഇബ്രാഹിം നബി വരെ ഞാനും എൻ്റെ മക്കളും ശിർക്കിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബിക്ക് ശേഷം ആ ഭയപ്പാടിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നവരാരാണ്? നമ്മൾ പേടിക്കണ്ടേ? ഈ ഉമ്മത്തും ക്രമേണ മഹാന്മാരുടെ കാര്യത്തിൽ, നേതാക്കന്മാരുടെ കാര്യത്തിൽ അതിരുവിട്ട് അവർക്ക് ഇബാദത്തിന് ഇനങ്ങൾ കൊടുക്കും. റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഇവരോട് ചോദിക്കുന്ന അവസ്ഥ തൗഹീദുള്ള ജനതയിൽ തന്നെയാണ് ശിർക്കുണ്ടായത്. മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിട്ടുകൊണ്ടാണ് ലോകത്ത് ശിർക്കുണ്ടായത്. മനസ്സിലായില്ല? അസ്ലു ഇബാദത്തിൽ അസ്നാമി അൽ മുഗാലാത്തു ഫിൽ ബശരി, അതായത് ഔലിയാക്കളുടെ കാര്യത്തിൽ അതിരുവിട്ടുകൊണ്ടാണ് അതിരുവിട്ടു എന്നുള്ളതാണ് വിഗ്രഹാരാധനയുടെ അടിത്തറ എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായ വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രവും അതാണ്. വദ് സുവാ എന്നൊക്കെ പറഞ്ഞാൽ അതാത് നാടുകളിൽ നൂഹ് നബി നിയോഗിക്കപ്പെട്ട കാലത്ത് വ്യത്യസ്ത നാടുകളിൽ ജീവിച്ചിരുന്ന മഹാന്മാരാണ്. റിജാലുൻ സാലിഹൂന, അസ്മാ റിജാലിൻ സാലിഹീന, സാലിഹികളായ ചില ആളുകളുടെ പേര്. അപ്പൊ സാലിഹികളാണ് അവർ മരണപ്പെട്ടപ്പോൾ ശൈത്താൻ അവരെ ഓർത്തു വെക്കാൻ വേണ്ടി അവരുടെ മജ്ലിസുകളിൽ നിങ്ങൾ അവരെ രൂപം ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞു. ആ തലമുറ അത്രേ ചെയ്തുള്ളൂ. പിന്നത്തെ തലമുറയിൽ ആ അറിവ് എടുക്കപ്പെട്ടു പോയി. അടുത്ത തലമുറയാണ് എന്തിനാണ് ഇത് ഉണ്ടാക്കി വെച്ചത് എന്ന് മറന്നുപോവുകയും ഇവർ കേമന്മാരായിരിക്കും, ഇവരോട് ചോദിച്ചാൽ ഇവർ അള്ളാഹുവിന്റെ അരികിൽ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരും, അങ്ങനെ റബ്ബിലേക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് വദ് പൂജിക്കപ്പെടുന്നത്. മഖ്ബറയിലാണ് വിഗ്രഹാരാധന ആരംഭിച്ചത്. മനസ്സിലായില്ലേ? സുവായിന്റെ യഹൂസിന്റെ ഒക്കെ ചരിത്രം, ഒരു നാട്ടിൽ വദ്ദാണെങ്കിൽ മറ്റൊരു നാട്ടിൽ സുവാ, അത്ര വ്യത്യാസമുള്ളൂ. അവസാനം അറബികളിലോ ഇബ്രാഹിം നബി പഠിപ്പിച്ച ഹനീഫിയത്ത് എന്ന തൗഹീദാണ് അവിടെ ഉള്ളത്. പിന്നെ എങ്ങനെ അവിടെ ശിർക്കുണ്ടായി, സൃഷ്ടിപൂജയുണ്ടായി. ലാത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കയിലെ അറബികളിൽ മുശ്രിക്കുകളില്ല. ലാത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരൊറ്റ മുശ്രിക്ക് അവിടെയില്ല. മനസ്സിലായില്ലേ? ലാത്ത് മരണപ്പെട്ടപ്പോ പരദേശിയായ ഹുസാ ഗോത്രക്കാരനായ അംർ ഇബ്നുൽ ഹയ്യ് അയാൾ അവിടെ വരികയും ലാത്ത മരണപ്പെട്ടത് ആ സമയത്താണ്. ലാത്തയെ മറമാടിയതിനു ശേഷം ഫഅഖഫ ഇൻദ ഖബരിഹി, ഈ ലാത്തയുടെ ഖബറിൽ ഭജനമിരിക്കുകയും ചെയ്തു. അങ്ങനെ ഭജനമിരുന്ന് ഫയഖൂൽ, അയാൾ പറഞ്ഞു, ഇന്നഹു ലം യമുത്ത്, ലാത്ത മരിച്ചിട്ടില്ല. ജീവിച്ചവരും മരിച്ചവരും സമമാണ്. മഹാന്മാരുടെ കാര്യത്തിൽ അവർ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് മരിച്ചതിന് ശേഷവും എന്ന തത്വം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ അംർ ഇബ്നുൽ ഹയ്യാണ്. അയാളെ വിശ്വാസമാണ് ഈ സമസ്തക്കാരെ കൊണ്ടിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നരകത്തിലേക്ക് തള്ളിയിടുന്ന, സ്വർഗം ഹറാമാക്കപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം ഈ വിഗ്രഹാരാധനയാണ്, സൃഷ്ടിപൂജയാണ്, ഖബർ പൂജയാണ് എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന് എടുത്തു പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, നല്ല കാര്യങ്ങൾ, ദഅവത്താകാം, ക്ലാസ്സുകളാവാം, ഇതൊന്നും എടുത്തു പറഞ്ഞിട്ട് നമ്മുടെ കേമത്വം പറഞ്ഞ് നടക്കരുത്. നമ്മൾ അള്ളാഹു നശിപ്പിച്ചു കളയും. നമ്മുടെ മർക്കസുകളൊക്കെ നല്ല രീതിയിൽ നിലനിൽക്കണം. ഫിത്നകളും പരീക്ഷണങ്ങളും വരും. അത് നമ്മുടെ ഈമാൻ പരിശോധിക്കുന്നതിന് വേണ്ടി, നിലപാടുകൾ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പതറാതെ, നിരാശപ്പെടാതെ, ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ഇഷ്ടം നടപ്പാകണം എന്നുള്ളത് അറിവുള്ളവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പക്വതയോടെ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് പരിഹാരം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ എടുത്തു പറഞ്ഞും അതേപോലെ തന്നെ ദ്രോഹിച്ചും നിങ്ങളുടെ സദഖകൾ പാഴാക്കരുത്. അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത് എന്താണെങ്കിലും ശരി, അത് എടുത്തു പറഞ്ഞിട്ടും ആർക്കു വേണ്ടിയാണോ ചെലവഴിച്ചത് അവരെ ആ പേരും പറഞ്ഞ് അവരെ പീഡിപ്പിച്ചുകൊണ്ടും നമ്മുടെ അമലുകൾ നമ്മൾ പാഴാക്കി കളയരുത് എന്ന് സൂറത്തുൽ ബഖറയിലെ 264 ആയത്തിൽ കാണാം. മുനാഫിക്കുകളുടെ ഒരു ലക്ഷണത, അവർ സദഖ കൊടുത്താൽ എടുത്തു പറഞ്ഞു കൊടുക്കും.
സദക്ക വാങ്ങിയ ആളുകൾ അവർ കഷ്ടപ്പെടുത്തിക്കൊണ്ടു, ഞാൻ ഇത്രയൊക്കെ പൈസ എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കുക. എടുത്തു പറയുന്ന ആളുകളെ അങ്ങേയറ്റം ആക്ഷേപിച്ചിട്ടുണ്ട്. അവർ ഹാബു വഹസിറു 3 വട്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ ഇങ്ങനെ 3 കൂട്ടരുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാൾ അവിടെ സംസാരിക്കില്ല, അവരെ നോക്കില്ല, അവരെ അള്ളാഹു ശുദ്ധീകരിക്കില്ല, അവർക്ക് വേദനയേറി ശിക്ഷയുണ്ട്. 4 കാര്യങ്ങൾ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻളുറു ഇലൈഹിം വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം. ഇത് കേട്ടപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ തൊലഞ്ഞുപോയി. അള്ളാഹു നോക്കാത്ത ആള്, സംസാരിക്കാത്ത ആള്, സംസ്കരിക്കാത്ത ആള്, മനസ്സിലായില്ലേ? വേദനയേറിയ ശിക്ഷ ലഭിക്കുന്ന ആൾ. ഇവര് തൊലഞ്ഞതല്ലേ പിന്നെ അവർ തൊലഞ്ഞു പോയല്ലോ നബിയെ. ആരാണവർ? മൻഹും യാ റസൂലല്ലാഹ് ഖാബു വഖസിറു മൻഹും യാ റസൂലല്ലാഹ്. അങ്ങനെയുള്ള ആളുകൾ തൊലഞ്ഞു പോയല്ലോ നബിയെ, അള്ളാഹുവിന്റെ റസൂലെ ആരാണവർ? കാല നബി പറഞ്ഞു, അൽ മുസ്ബിൽ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചെടുക്കുന്നവൻ, വൽ മന്നാൻ നന്മകൾ ചെയ്തത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, വൽ മുനഫിഖു സലഅതഹു ബിൽ ഹലിഫിൽ കാദിബ് കള്ളസത്യം കൊണ്ട് കച്ചവടം ചെയ്യുന്നവൻ. ഇന്ന് കച്ചവടം എന്ന് പറഞ്ഞാൽ അത്ര എന്താണ്? കള്ളസത്യങ്ങൾ മാത്രമാണ്. മനസ്സിലായില്ല? ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയേണ്ടതില്ല. ആത്മഹത്യ ചെയ്യുന്ന അടുത്ത് അവർക്ക് സ്വർഗം തടയപ്പെട്ടു. കാന ഫീമൻ കാന ഖബലകും റജുലുൻ ബിഹി ജുറുഹുൻ ഫജസിയ ഫഅഖദ സിക്കീനൻ ഫഹസ്സ ബിഹാ യദഹു ഫമാ റഖഅ അദ്ദമു ഹത്താ മാത് ഖാല അല്ലാഹു തആല ബാദറനി അബ്ദി. നിങ്ങളുടെ മുമ്പുള്ള ഒരു മനുഷ്യൻ, അയാൾക്കൊരു യുദ്ധത്തിലൊരു മുറിവ് പറ്റി. ആ വേദന സഹിക്കാൻ പറ്റാതിരുന്നപ്പോൾ തന്റെ മൂർച്ചയേറിയ കത്തിയെടുത്ത് അയാൾ എന്ത് ചെയ്തു? അത് കുത്തിവെച്ച് അതിലേക്ക് മറിഞ്ഞു വീണ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അള്ളാഹു ആ സമയത്ത് പറഞ്ഞു, എൻ്റെ അടിമ ധൃതി കാണിച്ചു. കാരണം അവൻ മരിക്കേണ്ട സമയം അള്ളാഹു ആണല്ലോ അവന് മരിപ്പിക്കേണ്ടത്. സ്വയം മരിച്ചത് ശരിയായില്ല. ഹറംതു അലൈഹിൽ ജന്ന, അവന് ഞാൻ സ്വർഗം തടഞ്ഞു. ആത്മഹത്യ ചിന്തിക്കുന്നവർക്കും തടയുന്നവർക്കും, ആത്മഹത്യ ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തടയും. അവർ നരകത്തിൽ എത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക്, വിഷാദങ്ങളിലേക്കും നിരാശയിലേക്കുമൊക്കെ പോകുന്ന ആളുകൾക്ക് ഇത്തരം പാഠങ്ങൾ കൃത്യമായി നൽകണം. അടുത്തതായി, പ്രജകളെ വഞ്ചിക്കുന്ന ഭരണാധികാരികൾ. അത് ആരൊക്കെപ്പെടും? രാഷ്ട്രനായകന്മാർ മാത്രമല്ല, ഒരു കുടുംബത്തിലെ വാപ്പ, മക്കളെ നോക്കേണ്ട ഉമ്മ, അവർക്കൊക്കെ ദീന് കൊടുക്കാതിരുന്നാൽ നമുക്ക് സ്വർഗം തടയപ്പെടാൻ അത് കാരണമാകും. നമ്മുടെ നാട്ടിൽ ദീനില്ലെങ്കിൽ ആ നാട്ടിലെ ഉത്തരവാദപ്പെട്ടവർ റബ്ബിന്റെ അരികിൽ വിചാരണക്ക് വിധേയമാകും എന്നുള്ളതാണ്. മാമിൻ വാലിനിയലി റഅയ്യത മിനൽ മുസ്ലിമീൻ ഫയമൂതു വഹുവ ഗാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏതൊരാൾ മുസ്ലിങ്ങൾക്ക് നേതൃത്വം ഏറ്റെടുത്തുവോ അവൻ അവരോട് ചതി കാണിച്ചുകൊണ്ടാണ് മരണമടയുന്നത് എങ്കിൽ അള്ളാഹു അവന് സ്വർഗം തടയാതിരിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു. അന്യായമായി സ്വത്ത് കൈവശം, നമുക്ക് അർഹതയില്ല. സഹോദരന്മാരോട് തർക്കിച്ചിട്ട് അനന്തര സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തുന്ന ആളുകളുണ്ട്. വാഗ്സാമർത്ഥ്യം കൊണ്ട് അയൽവാസികളെ തട്ടിയെടുക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ കള്ളത്തരം കാണിച്ച് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അഴിമതിയും നടത്തിയിട്ട് ബിസിനസ്സുകളിലൂടെ കളവായ ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്കൊക്കെ നാളെ സ്വർഗം തടയപ്പെടും. അപ്പൊ സ്വർഗവും പ്രതീക്ഷിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഇത്തരം സംസ്കാരങ്ങൾ നമുക്ക് വരാൻ പാടില്ല. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, മൻ യഖ്തത ഹഖ്ഖൻ ബിഇൻ മുസ്ലിമിൻ ബിയബീനിഹി, ഏതെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിന്റെ അവകാശം തന്റെ വലങ്കരം കൊണ്ട് മുറിച്ചെടുത്താൽ ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, അല്ലാഹുവിന് നരകം നിർബന്ധമാക്കി, വഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹുവിന് ഹറാമാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ഒരു കാര്യം ഞാൻ തട്ടിയെടുത്താലും അതിന്റെ പേരിൽ എനിക്ക് നരകം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ? ഒരു അറാക്കിന്റെ കൊള്ളിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അതാണ്. അതെ, ഒരു അറാക്കിന്റെ കൊള്ളി, ഒരു പേന നിങ്ങൾ അന്യായമായി മനഃപൂർവ്വം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനു പോലും നരകത്തി നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹ് മുസ്ലിമിൽ കാണാം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ, കുടുംബബന്ധം മുറിക്കാന്നാണ്, മുറിക്കാതിരിക്കാൻ വേണ്ടി കുടുംബക്കാരുടെ ഹറാമിലും ശിർക്കിലും കൂത്താട്ടങ്ങളിലും പങ്കെടുക്കണം എന്നല്ല. കുടുംബ ബന്ധങ്ങൾ മുറിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ദഅവത്ത് കൊടുക്കാതെ മാറിപ്പോരാണ്. കുടുംബബന്ധം ചേർക്കൽ എങ്ങനെ അറിയോ? ഈ സത്യവിശ്വാസികളല്ലാത്ത കുബൂരികളായ ആളുകളോട് കുടുംബബന്ധം ചേർക്കേണ്ട എങ്ങനെയാ? അവരടുത്ത് പോയിക്കൊണ്ടേയിരിക്കണം, എന്നിട്ട് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. ചുടുവെണ്ണീര് തീറ്റിക്കുന്നത് പോലെ, വെണ്ണീര് ചൂടില്ലാത്ത വെണ്ണീര് തിന്നാൻ പറ്റുമോ? ചുടുവെണ്ണീര് തീറ്റിക്കുന്ന പോലെ ആണെങ്കിലും കുടുംബബന്ധം ചേർക്കണം. 100 വട്ടം പോയിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ 101ാമത്തെ വട്ടവും ഞാൻ പോയാൽ അപ്പോഴാണ് നബി പറഞ്ഞത് ചുടുവെണ്ണീര് തീറ്റിക്കുന്ന പോലെങ്കിൽ ദഅവത്താണ് കാഫറുകളോടുള്ള ബന്ധം. കാഫറുകളായ ഖുബൂരികളായ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ദഅവത്താണ്. പോയി ചോറുന്നലും പള്ളർച്ചുന്നലും അല്ല. മനസ്സിലായില്ലേ? അവരുടെ വീട്ടിൽ ഹലാലായ ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാം എന്ന് കരുതി ബന്ധം ചേർക്കണമല്ലോ എന്ന് കരുതി അവരുടെ ഹറാമിന്റെ സദസ്സുകൾ ചെന്നിരിക്കാൻ അനുവാദമൊന്നുമില്ല. അവരോട് ബന്ധം ചേർത്താൻ ദഅവത്ത് കൊണ്ടാണ്. അല്ലാതെ ഹലാലായ മറ്റെല്ലാ നിലക്കുള്ള ബന്ധങ്ങളും ചേർക്കാം. അവർ പട്ടിണി എടുക്കും, ഭക്ഷണം കൊടുക്കണം, അവർക്ക് അസുഖം വന്നാൽ നമ്മൾ സന്ദർശിക്കണം,
മനസ്സിലായില്ലേ? അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് ആത്മാർത്ഥമായി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞു കൊടുക്കണം. എപ്പോഴാണ് അള്ളാഹ് ഹൃദയം തുറന്നു കൊടുക്കുന്നതല്ല. അബൂ സുഫിയാനൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് തുറന്ന്? എത്ര വട്ടം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവസാന കാലത്തല്ലേ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാനുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എത്ര വൈകിട്ടാണ്. തുടക്കം മുതലേ മുഹമ്മദ് നബിയുടെ അരികിൽ സത്യമുണ്ട് എന്നറിയാവുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നെ ലോകർക്ക് മാതൃകയായ സ്വഹാബിയായിട്ട് മാറി. അള്ളാഹു എപ്പോഴാണ് ഒരാൾക്ക് അവസരം തുറന്നു കൊടുക്കാന്നറിയില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത ബന്ധുക്കളായ, പ്രത്യേകിച്ചും രക്തബന്ധമുള്ള അയൽപ്പക്കത്തുള്ള ആളുകൾ, ഖുബൂരികളാവട്ടെ കാഫറുകളാവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദഅവത്ത് ചെയ്തുകൊണ്ട് ആ ബന്ധം നിലനിർത്തണം. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞാൽ ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ആയുസ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഫലിസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ്. മറ്റൊന്ന്, ഏഷണിക്കാർക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത ഖത്താത്തുൻ, ഏഷണി അല്ലെ? നമ്മുടെ പത്രങ്ങൾ, സോഷ്യൽ മീഡിയകൾ, ഇതൊക്കെ ഒന്ന് പരസ്പരം ഏഷണി കൂട്ടാൻ, രണ്ടാളെ തമ്മിൽ തെറ്റിക്കാൻ, രണ്ട് പാർട്ടികളെ തെറ്റിക്കാൻ, വാപ്പനെയും മകനെയും മക്കളെയും തെറ്റിക്കാൻ, അമ്മോശനെയും മരുമോനെയും തെറ്റിക്കാൻ ഒക്കെ നടക്കുന്ന പരിപാടികളുണ്ടല്ലോ. ദുനിയാവിന്റെ നിസ്സാരമായ താല്പര്യങ്ങൾക്ക് ഗ്രൂപ്പിസത്തിന്റെ പേരിൽ, മർക്കസുകളുടെ പേരിൽ, പാർട്ടികളുടെ പേരിലൊക്കെ ഈ ജാതി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ലാ യദ്ഖുലുൽ ജന്നത്ത ഖത്താത്ത്, ഏഷണി കൂട്ടുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ, നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹിന്റെ പേരിലായിരിക്കണം. നേരത്തെ ഇവിടെ വായിച്ചു, മൻ അഹബ്ബ ഫില്ല, ആരാണോ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്നത്, അള്ളാഹുവിന്റെ പേരിൽ വെറുക്കുന്നത്, അള്ളാഹുവിന്റെ പേരിൽ നൽകുന്നത്, അള്ളാഹുവിന്റെ പേരിൽ തടയുന്നത്, ഫഖദ് ഇസ്തക്മല ഈമാൻ, അവന്റെ ഈമാനാണ് പൂർണ്ണമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ പേരിലാണ് നമ്മൾ സദഖ കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ പേരിലാണ് ഞാനൊരു കാര്യം കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തരൂല. മനസ്സിലായില്ലേ? ഒരു ശിർക്കൻ ഉത്സവത്തിന്റെ ഒരു പരിപാടി നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലുണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ പൈസ കൊടുക്കൂല. എന്താ കൊടുക്കാത്തത്? അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം, ഷിർക്കിന്റെ പ്രവർത്തനം, തൃക്കാക്കരപ്പനെ പൂജിക്കുന്ന പ്രവർത്തനം പൂക്കളമിട്ട് നടത്തുകയാണെങ്കിൽ എല്ലാവരും അതിന്റെ പിന്നാലെ പോയി അതിനെ ന്യായീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അഴകുഴമ്പൻ എലാസ്റ്റിക് പാർട്ടികളൊക്കെ കാണും. അതിലൊന്നും ഒരു സലഫി വീഴുകയില്ല. എല്ലാവരും പോയാലും നമ്മൾ ഒരുത്തനാണെങ്കിൽ അതിൽ നിന്ന് മാറിക്കും. നമ്മൾ തടയുന്നതും റബ്ബിന്റെ പേരിലാണ്, നമ്മൾ നൽകുന്നതും അള്ളാഹുവിന്റെ പേരിലാണ്, നമ്മൾ സ്നേഹിക്കുന്നതും അള്ളാഹുവിന്റെ പേരിലാണ്, നമ്മൾ അകലം പാലിക്കുന്നതും അള്ളാഹുവിന്റെ പേരിലാണ്. ദുനിയവിയായ താല്പര്യങ്ങളുടെ പേരിലാകാൻ പാടില്ല. അള്ളാഹുവിൽ സ്നേഹിക്കാത്തവർ നാളെ നരകം നിർബന്ധമാക്കപ്പെടുന്നവരും സ്വർഗം തടയപ്പെടുന്നവരുമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ മൻ കുന്ന ഫീഹി ഹുരിമ അലന്നാർ, 3 കൂട്ടർ നരകം തടയപ്പെടുമെന്ന് പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒന്നാമത്തെ കൂട്ടരാരാണ്? ഈമാനും ബില്ലാഹി വഹബ്ബുല്ലാഹ്. മനസ്സിലായില്ലേ? ഒന്നാമത്തത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, രണ്ടാമത്തത് അള്ളാഹുവിലുള്ള സ്നേഹമാണ്, മൂന്നാമത്തത് വാനിയുൽഖാ ഫിന്നാരി ഫയുഹറഖ അഹബ്ബു ഇലൈഹി മിൻ അൻ യർജിയ ഫിൽ കുഫ്രി, കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാൾ തീയിൽ കത്തിക്കരിയുന്നതിന് ഇഷ്ടപ്പെടാം. അവർക്ക് നരകം തടയപ്പെടും. അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന റബ്ബിന്റെ പേരില. വേറെന്താ നമുക്ക് പരസ്പരം സ്നേഹിക്കാനുള്ളത്? നമ്മളെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക സഹായം കൊടുത്തതിന്റെ പേരിലോ പരസ്പരം എന്തെങ്കിലും കുടുംബ ബന്ധങ്ങൾ ഉണ്ടായതിന്റെ പേരിലോ സ്നേഹിക്കുന്നവരല്ല. നമ്മുടെ സ്നേഹത്തിന്റെ ആധാരം അള്ളാഹുവിന്റെ തൗഹീദിന്റെ മാർഗത്തിലാണ്. ഇത് അള്ളാഹു മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. നിസ്കാരം അവഗണിക്കുകയോ പൂർണ്ണമായി ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് പരലോകം നഷ്ടപ്പെടും. എത്രത്തോളം അവഗണിക്കും അത്രയും പരലോകം കുറയും. മനഃപൂർവ്വം പൂർണ്ണമായി അവഗണിച്ചാൽ ഒരിക്കലും അവൻ നരകത്തിൽ നിന്ന് പുറത്തു വരികയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ് അല വുളൂഇഹാ വ മവാഖീതിഹാ വ റുകൂഇഹാ വ സുജൂദിഹാ യറാഹാ ഹഖ്ഖൻ ലില്ലാഹി അലൈഹി ഹുരിമ അലന്നാർ. ഏതൊരാൾ കൃത്യമായി വുളൂ എടുത്ത് സമയം നോക്കി റുക്കൂഉം സുജൂദുമൊക്കെ അതിന്റെ കൃത്യമായ രൂപത്തിൽ നിർവഹിച്ച് ഇത് അള്ളാഹുവിനുള്ള ഒരു അവകാശമാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണ് നിസ്കരിക്കുന്നത്? ഹുരിമ അലന്നാർ, നരകം അവന് തടയപ്പെട്ടു. അപ്പൊ നിസ്കാരം അവഗണിക്കുന്ന ആളുകൾ നരകത്തിലേക്ക് പോണ്ടി വരും. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിക്കണം. പുരുഷന്മാർ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ഫർള് മാത്രമല്ല, സുന്നത്തായ നിസ്കാരങ്ങളെ നബി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൻ ഹാഫള അലാ 40 റക്അത്തിൻ ഖബ്ല ളുഹ്രി വ 40 ബഅദഹാ ഹറുമ അലന്നാർ. ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും 4 റക്അത്ത് പതിവായി സൂക്ഷിച്ചു പോന്നാൽ, ളുഹറിന് ശേഷവും 4 റക്അത്തുകൾ ആരെങ്കിലും നിലനിർത്തി പോന്നാൽ ഹറുമ അലന്നാർ, ആ നിസ്കാരങ്ങൾ അവന് നരകത്തെ അവന് നരകം അവന് നിഷിദ്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ധാരാളം 1, 2, 3 ദശക്കണക്കിന് ഹദീസുകൾ വ്യത്യസ്ത നിസ്കാരങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അസർ നിസ്കാരത്തെക്കുറിച്ച്, ജുമുഅ നിസ്കാരത്തെക്കുറിച്ചും, റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ചും ഒക്കെ, ഖിയാമുൽ ലൈൽ നിസ്കാരത്തെക്കുറിച്ചൊക്കെ ഇത്തരം റിപ്പോർട്ടുകൾ ധാരാളമായി വന്നിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല എന്ന് മാത്രം.
അവസാനമായി റബ്ബിന്റെ മാർഗത്തിൽ പൊടിപുരളാത്ത ആളുകൾ. പൊടിപുരളുന്നതിൽ ഒന്നാമത്തത് യുദ്ധമാണ്, ജിഹാദ്. റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് എത്തുക എളുപ്പമല്ല. ജിഹാദിന് ഒരുപാട് തലങ്ങളും ലെയറുകളുമുണ്ട്. നമുക്കൊക്കെ ജിഹാദിന് എന്തെങ്കിലും ദഅവത്ത് ജിഹാദാണ്. നമ്മുടെ നാട്ടിലെ പ്രയാസങ്ങളും നമ്മൾ സലഫി മാർഗത്ത് നടക്കുമുണ്ടാകുന്ന എതിർപ്പുകളും കുത്തുവാക്കുകളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ അതിലൊക്കെ നമ്മൾ ഉറച്ചു നിൽക്കുന്നതാണ് ജിഹാദാണ്. അപ്പോൾ ഹക്ക് അടിയറ വെക്കരുത്, ഒഴിഞ്ഞു മാറുകയല്ല, നേരെ മറിച്ച് ഈ പൊടി പുരണ്ടുകൊണ്ടു തന്നെ തൗഹീദിനെയും സലഫിയത്തിനെയും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ആരുടെ 2 കാൽപാദങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ടുവോ അള്ളാഹു അവർക്ക് നരകം നിഷിദ്ധമാക്കി. നമ്മുടെ കാലുകളിൽ പൊടി പുരളുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. നമ്മൾ ഹറാമിന്റെ സദസ്സുകളിലേക്ക്, കൂത്താട്ടങ്ങളിലേക്ക്, ഗാനമേളകളിലേക്കല്ല ഓടിച്ചാടി പൊടി വരണ്ട് ഓടിപ്പോകേണ്ടത്, ഇൽമിന്റെ ഇത്തരം സദസ്സുകളിലേക്കായിരിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും സൗമ്യ സ്വഭാവങ്ങൾ കാണിക്കണം. എതിരാളികളോട് പോലും കർശനത പാലിക്കേണ്ട അഖീദ വിഷയങ്ങൾ കർശനത പാലിക്കുന്നതോടൊപ്പം സ്വഭാവ സംസ്കാരങ്ങളിൽ മാന്യത, ലളിതമായ വർത്താനം. ഈ ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിയോട് പറഞ്ഞില്ലേ, ഖൂലാലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ ലയ്യനായ വാക്ക്. നമുക്ക് പലപ്പോഴും മാർദ്ദവത്തോടു കൂടി സംസാരിക്കാൻ അറിയില്ല. ഏതെങ്കിലുമൊക്കെ ചില മസ്അലകളിലെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അപക്വത കൊണ്ട് നമ്മെ ആക്ഷേപിക്കുകയോ ശപിക്കുകയോ ഒക്കെ ചെയ്ത ആളുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അവരുടെ അപക്വതയായി കാണാൻ പറ്റുമോ എന്ന് നോക്കുക. കാരണം എന്താണ്? ഒന്നുമില്ലെങ്കിലും അവർ തൗഹീദുള്ളവരാണ്, സലഫിയത്തിനെ സ്നേഹിക്കുന്നവരാണ്. ചില പരീക്ഷണങ്ങൾ കുടുങ്ങി സലഫി സഹോദരന്മാരെയും മുതിർന്ന പണ്ഡിതന്മാരെയും ഒക്കെ അവഗണിക്കുകയും ആദരിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ന്യായമായ രൂപത്തിൽ തിരുത്തുക. ആദർശപരമായ വിഷയങ്ങളാണെങ്കിൽ വ്യക്തമായ പ്രമാണങ്ങൾ നൽകുക എന്നതിനപ്പുറം അവരോടുള്ള പെരുമാറ്റങ്ങളിൽ മാർദ്ദവം കാണിക്കാതിരിക്കുന്നത് ഭൂഷണമല്ല. ഹുർരിമ അലന്നാർ, നരകം ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ ഖരീബിൻ മിനന്നാസ്, സൗമ്യത കാണിക്കുന്ന, നല്ല ലളിതമായ വാക്കുകൾ പറയുന്ന, ജനങ്ങളുടെ അടുപ്പം കാണിക്കുന്ന ആളുകൾക്ക് നരകം ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇണങ്ങാൻ കൊള്ളാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. അൽ മുഅ്മിനു യഅലഫു വയുഅലഫു, സത്യവിശ്വാസി ഇണങ്ങുകയും ഇണങ്ങപ്പെടുകയും. നമ്മൾ അങ്ങോട്ട് ഇണങ്ങും വേണം, മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റും വേണം. നമ്മൾ കർക്കശക്കാരായി മിണ്ടാതെ, മുഖം കറുപ്പിച്ച്, സലാം പറയാതെ, വിട്ടുനിന്നുണ്ട് എല്ലാവരും ഒരു ഒറ്റപ്പെട്ട വിചിത്ര സംഘമായി ജീവിക്കാൻ മുസ്ലിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ജനങ്ങളിലേക്ക് അടുക്കണം, സൗമ്യ സ്വഭാവങ്ങൾ സ്വീകരിക്കണം. അവർക്ക് നരകം തടയപ്പെട്ടു എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. നമുക്കുള്ള എല്ലാ വിഷയത്തിലെയും മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുകൾ ഉപേക്ഷിക്കണം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് റസൂൽ വന്നിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യം അദ്ദേഹത്തിന് ക്ലേശകരമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അതീവ താല്പര്യമുള്ളവനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് കനിവും കരുണയുമുള്ളവനാണ് റസൂൽ. ആ റസൂൽ കാണിക്കുന്ന കരുണയും കനിവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ മദ്ഉബുകൾ, പ്രബോധിതരായ ആളുകളോട് കാണിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താം? നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ പതിവായിട്ട് പഠിക്കാനുള്ള അവസരം വേണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 2 മണിക്കൂർ നീക്കിവെച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും പഠിക്കാൻ പറ്റും. നേരിട്ട് പഠിക്കാനുള്ള അവസരം ആദ്യം ഉണ്ടാക്കുക. അത് കിട്ടാത്തവർ മറ്റുള്ള, അതുകൊണ്ട് പഠിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത്. പഠിക്കുന്ന പാഠങ്ങൾ പ്രയോഗവൽക്കരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവമായി, സലഫിയത്തിന്റെ അടയാളമായി ഈ സുന്നത്തിനെയും സൗമ്യ സ്വഭാവത്തെയും സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. സൗമ്യത എന്ന് പറയുന്നത് ഷിർക്കിനോടോ ബിദ്അത്തിനോടോ കുഫ്റിനോടോ ഉള്ള സൗമ്യതയല്ല. അവിടെയൊക്കെ കർശനതയാണ്, കണിശതയാണ്. സൗമ്യത സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും മാത്രമാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.